നിർദ്ദേശങ്ങളും കൊണ്ട് കുട്ടികൾ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആരെങ്കിലൊക്കെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഈ 2016 16-15 ആ കാലഘട്ടത്തിലെ കുട്ടികളില്ലാഞ്ഞിട്ട് ആ ഒരു ദുഃഖം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോധം കെട്ട് വീണൊരു കുടുംബമുണ്ട്. ബോധം കെട്ട് വീണത് യഥാർത്ഥത്തിൽ ആ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് നിന്ന് ബോധം കെട്ട് വീണിട്ടുണ്ട്. അത് എനിക്ക് ഇത്തിരി വിഷമമല്ല, കുറെ വിഷമം ഉണ്ടാക്കി. ആ ബോധക്കേടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവരോടൊന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് ആശ്രമത്തിലാണ്. ആശ്രമത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ള ദിവസം, പ്രത്യേക ഭക്ഷണം കഴിക്കുന്ന ദിവസമൊക്കെ അവരോടൊന്ന് വന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ കണ്ടിട്ട് പോകുന്ന നേരത്ത് എന്നോട് ചോദിച്ചു, എന്തിനിങ്ങനെ വരുന്നത്, കാണാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ഒന്ന് ഞാൻ വിളിക്കുമ്പോ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്. കുട്ടികൾ ഉണ്ടായിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയും? മകനെ സ്കൂളിലാക്കണം, അതായത് കുട്ടിക്ക് കുറുക്കുണ്ടാക്കണം, അല്ലെങ്കിൽ കുട്ടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറയില്ലേ? ഇതിനിടയ്ക്ക് ഞാൻ അവരെ 2-3 പ്രാവശ്യം പഴനി, അതുപോലെ തന്നെ 1-2 ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങളൊന്ന് പോകാൻ പറഞ്ഞു, ഒരു ജ്യോതിഷനെ പോയി കാണാൻ പറഞ്ഞു. ഇതെല്ലാം അവര് കറക്റ്റായിട്ട് ചെയ്തത്, ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് അവര് ഫ്രീ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് വന്ധ്യ ഒരു അനുഗ്രഹം എന്നൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല. ഇതിന് പല കാരണങ്ങളുണ്ടാവും, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒന്ന് സംഭവിക്കുക, അല്ലെങ്കിൽ ഗർഭിണിയാകുക, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുക. അത്രയും നാളും നിങ്ങൾക്ക് ഈ ലോകത്തെ ഒന്ന് ചുറ്റിക്കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു എന്ന് മാത്രം. എന്തിനാണ് ഇവരോട് പല സ്ഥലങ്ങളിലും പോകാൻ പറഞ്ഞത്? മനസ്സൊന്ന് ശാന്തമാകാനും ആ യാത്രയിൽ പല ദുഃഖങ്ങളിൽ നിന്നും അവർക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ യാത്ര നടത്താനെല്ലാം പറഞ്ഞത്. ഒരത്ഭുതം എന്ന് പറയുന്നത് ബോധരഹിതനായി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഒരു കുട്ടി ജനിച്ചു. ഒരത്ഭുതം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ്. ഒരു വിധത്തിലും കുട്ടികൾ ജനിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് എന്താണോന്ന് അറിയില്ല, അവർക്ക് 2 കുട്ടികളൊന്നും ജനിച്ചിട്ടുണ്ട്. 2014 മോഹൻ വൈദ്യര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വേദിക്ക് എന്നെ വിളിക്കുന്നത്. വേദിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങള് വന്ധ്യതയെ കുറിച്ച് ഇങ്ങനെ വലിയ സംഭവങ്ങളും ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നടത്തി പല അത്ഭുതങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടില്ലേ? ഇന്ന് വരെയും മെൻസ്ട്രേഷൻ സംഭവിക്കാത്ത ഒരു പെൺകുട്ടിയെയും കൊണ്ടൊരു അമ്മ വന്നിരുന്നു. എന്താണ് എനിക്ക് അവരോട് പറയേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. വേദിക്കിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിടൂ. ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ആരും വരരുത്, ആരും പറഞ്ഞു വിടുകയും ചെയ്യരുത്. പക്ഷെ എൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ, അതെനിക്ക് അവരോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരമ്മ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൊണ്ട് വരികയാണ്. അപ്പൊ എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾക്ക് ഇത്രയും നാളായിട്ടും ഈ മെൻസ്ട്രേഷൻ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഉള്ള വിവാഹ ജീവിതം എങ്ങനെ ആകും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വിവാഹ നിയമം തെറ്റിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 18 വയസ്സ് തികഞ്ഞ്, അല്ലെങ്കിൽ തികയുന്ന ദിവസമോ അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങളൊരു വിവാഹം
നടത്താൻ പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം നടത്താനൊക്കെ തയ്യാറാണ്. ഈ കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് ഭാര്യ മരിച്ചുപോയ ഒരു പയ്യനെ കൊണ്ട്, അവനൊരു കുട്ടിയുണ്ട്, ഒരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതെന്താന്ന് വെച്ചാൽ അതൊരു പ്രായച്ചിത്തമാണ്. എന്താണെങ്കിലും എന്റെ മക്കൾക്ക് കുട്ടികൾ ഉണ്ടായില്ല. അത് മാത്രമല്ല, അവൻ കെട്ടാൻ തയ്യാറായി വന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമില്ല, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു അവന്റെ ചിന്ത. പക്ഷെ വിവാഹം കഴിഞ്ഞു 1 മാസം തികഞ്ഞില്ല, ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ഗർഭിണിയായി ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. അപ്പൊ ഈ അമ്മ എന്നോട് പറഞ്ഞു, ഇത് ഇങ്ങനെ ഗർഭിണിയായതെല്ലാം പറഞ്ഞു, പക്ഷെ സ്കാനിങ്ങിൽ ഇരട്ട കുട്ടികളാണെന്നും പറഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ അവരെന്നോട് വിളിച്ചു പറഞ്ഞു, ഇനി ഗർഭിണിയാകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, കാര്യം അവള് വീണ്ടും ഗർഭിണിയാണെന്ന് പറഞ്ഞു. അത് വലിയൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഈ മാസമുറ ഇല്ലെങ്കിൽ, ഇതിനകത്ത് ഇത് പറഞ്ഞത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കൂട്ടിച്ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ മാസമുറ യഥാർത്ഥത്തിൽ ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നിന്റെ കൂട്ടുകാരികൾക്കെല്ലാം ഇങ്ങനെ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനെ വിട്ടുകളയാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ, എന്റെ സ്വന്തം വീട്ടില് എന്റെ ഒരു ജ്യേഷ്ഠൻ കിട്ടിയ ആ സ്ത്രീക്ക് മെൻസ്ട്രേഷൻ അന്നും സംഭവിച്ചിട്ടില്ല, ഇന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് പ്രചോദനമായത് വീട്ടിലെ തന്നെ അനുഭവമാണ്. ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ മെൻസ്ട്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 9 ദിവസം ഈ ഗർഭസാധ്യത കുറവാണ്. ആദ്യത്തെ 9 ദിവസം. പിന്നീട് ഉള്ള 9 ദിവസം സാധ്യത ഉണ്ട്. ബീജദാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 9 ദിവസം കഴിഞ്ഞിട്ടുള്ള 9 ദിവസം, നടുക്കുള്ള 9 ദിവസം ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീടുള്ള 9 ദിവസം അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ പുരുഷൻ എപ്പോ വേണമെങ്കിലും ആരായിട്ട് ബന്ധപ്പെട്ടാലും അവന് ഈ ഒരു പ്രശ്നമില്ല, മെൻസ്ട്രേഷൻ പ്രശ്നമില്ല. എപ്പോ വേണമെന്നുണ്ടെങ്കിലും ഇത് പുരുഷന് സാധ്യമാണ്. പക്ഷെ സ്ത്രീക്കത് സാധ്യമല്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ഈ മെൻസ്ട്രേഷൻ യഥാർത്ഥത്തിൽ പ്രകൃതി നിശ്ചയിച്ചതാണോ എന്നുള്ളതിനെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം ഈശ്വരന്റെ സൃഷ്ടിയിൽ പുരുഷൻ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ബീജം വിതയ്ക്കാം. ഈ മാസത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 ദിവസം മാത്രമേ സ്ത്രീ ശരീരം ബീജം സ്വീകരിക്കൂ. അപ്പോൾ ഈ ആർത്തവത്തിന് ശേഷം അല്ലെങ്കിൽ ആർത്തവത്തിന് മുമ്പുള്ള 9 ദിവസമേ സാധ്യമായ ദിവസം ഒട്ടുമിക്ക സ്ത്രീകളിലുള്ളൂ. അപ്പോൾ ഇതിന് ഈ ഗർഭിണിയാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 9 ദിവസം ഉള്ളത് എന്ന് പറയുന്നത് കഷ്ടമാണ്. അങ്ങനെ ഒരു അവസ്ഥ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശ്വരൻ നീതിയില്ലാത്തവനാണ് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. പിന്നെ ഈ രക്തം പോക്ക് ഒരു 10 നാള് നീണ്ടു നിന്നാൽ കടുത്ത ക്ഷീണം സംഭവിക്കാറുണ്ട്. മാനസികമായിട്ട് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഈ രക്തവാർച്ച അല്പനാളുകൾ കൂടി തുടർന്നാൽ ഒരുപക്ഷെ ജീവഹാനി വരെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഞാനിപ്പോ ചോദിക്കുന്നില്ല. കാര്യം വിഷയത്തിൽ പലർക്കും തർക്കം ഉണ്ടാവും. ശാസ്ത്രീയമായിട്ട് ഇത് പഠിച്ചേക്കുന്നവൻ ഇതെന്ത് വിഡ്ഢിത്തരമാണ് ഞാൻ പറയുന്നതെന്ന് പലരും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, സന്താനം ലഭിക്കാൻ ഒരു സ്ത്രീക്ക് ഋതു ഉണ്ടാകണമെന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ അത് താളം തെറ്റിയാലും ഗർഭിണിയാകാനുള്ള സാധ്യത അല്പം പോലും കുറയില്ല. ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മലം പോലെ, മൂത്രം പോലെ, കണ്ണിന്റെ അല്ലെങ്കിൽ നാസിക, ഇതിന്റെയൊക്കെ ദ്രവം പോലെ ആർത്തവ രക്തവും മലിനമാണ് എന്ന് ആരും ധരിക്കരുത്.
ഈ മലമൂത്ര വിസർജനം ജന്മം കൊണ്ടുണ്ടാകാം, അത് ഉറപ്പാണ്. മലബന്ധം എല്ലാത്തിനും അതിന്റെ പല രോഗത്തിനും കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ആർത്തവം കൗമാരത്തിൽ ആരംഭിച്ച് 36 വർഷം കൊണ്ട് അവസാനിക്കുന്നതാണ്. അത് മലിനമാണെങ്കിൽ ഈ ആർത്തവ വിരാമത്തോടെ സ്ത്രീ മരിക്കണം. മനസ്സിലുണ്ടോ? 50 വയസ്സിൽ ഇത് നിന്നിട്ടും 120 വർഷത്തോളം ആ സ്ത്രീ ജീവിക്കുന്നുണ്ടെങ്കിൽ ആർത്തവം മലിനമല്ല. അത് ഉണ്ടാകാൻ മരുന്നുകൾ കഴിക്കുന്നതിലെ യുക്തിയിലും തെറ്റുണ്ട് എന്നുള്ളതാണ് എന്റെ പക്ഷം. ഇതാരും വിശ്വസിക്കണ്ട കേട്ടോ, ഞാൻ പറയുന്നതിന് കോമഡി ആയിട്ടൊക്കെ നിങ്ങൾ എടുത്താൽ മതി. കാര്യം ആർത്തവം മലിനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യം ഇത് 10-15 വയസ്സിന് ഇടയിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇത് മലിനമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് മരിക്കുന്നവരെ ഈ മലം പോലെ മൂത്രം പോലെ പോകേണ്ട ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ ഇത് 50 വയസ്സിലൊക്കെ നിന്നു പോകും, 40 വയസ്സിൽ നിൽക്കാറുണ്ട്. അപ്പൊ 16 വയസ്സിട്ടും ഇത് സംഭവിക്കാത്ത എന്റെ അടുത്ത് വന്ന ആ അമ്മയോട് ഞാൻ പറഞ്ഞു, അവളൊന്നും വിധവയെ പോലെ ആ പെൺകുട്ടി ജീവിക്കും എന്നോർത്ത് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്ന് ഞാൻ ആ പെൺകുട്ടിക്ക് കൊടുത്തൊരു ഭാഗമുണ്ട്. രഹസ്യമായിട്ട് പെൺകുട്ടിയോട് പറഞ്ഞു, ആൺകുട്ടികൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോ ആ 16-കാരിയിൽ നിന്നുള്ള എല്ലാ വികാരങ്ങളും ആ കുട്ടിയിൽ കാണാൻ സാധിച്ചു. പിന്നീട് അതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, സാരമില്ല, വിവാഹപ്രായമാകുമ്പോൾ അത് നടത്തു, അവൾ മക്കളെ പ്രസവിക്കുമെന്ന് അന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് ആദ്യത്തത് ഇരട്ട കുട്ടികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമതൊരു കുട്ടി ജനിച്ചു. അതിനുശേഷം എന്നോട് ചോദിച്ചു, ഇനി ഇത് ഇല്ലാതിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് മാർഗമൊന്നുമില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇനി ശാസ്ത്രലോകം ഇതിനെ എന്ത് വിളിച്ചാലും ഞാൻ പറഞ്ഞത് സത്യമാണ്, അതിനകത്തൊന്നും ഒരു സംശയമില്ല. പിന്നെ ഈ പുരുഷബീജത്തെ ഈ സ്വാഗതം ചെയ്യുന്നത് 9 ദിവസങ്ങൾ എന്ന ധാരണ അത് ഒട്ടുമിക്ക സ്ത്രീകൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ചിലരിൽ അത് 18 ദിവസങ്ങളായി നീണ്ടുപോകും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഞാൻ പറഞ്ഞതാണ് 9 മാസമാണ് ഗർഭിണിയാകാനുള്ള സാധ്യത. ഇത് 18 ദിവസം വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു ഭാഗം എന്ന് പറഞ്ഞ് ചില പെൺകുട്ടികളും സ്ത്രീകളൊക്കെ വിളിച്ചു പറയുന്നത്, അനിൽജി എനിക്ക് ഈ 3 മാസമായിട്ട് മെൻസ്ട്രേഷൻ സംഭവിച്ചിട്ടില്ല. അപ്പോ ഞാൻ പറയാം, അതിനെന്താ പ്രശ്നം? അല്ല, അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഗുളിക കഴിച്ചിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോ അവരെ കുറച്ച് ടാബ്ലറ്റ് തന്നു. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായി, പിന്നീട് അത് നിന്നുപോയെന്ന്. ഞാൻ പറഞ്ഞത് എല്ലാ സ്ത്രീകൾക്കും വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ മെൻസ്ട്രേഷൻ സംഭവിക്കണം എന്നുള്ളത് അത് പ്രകൃതിയിൽ അങ്ങനെ ഒരു നിയമമില്ല. ഞാൻ അതിന്റെ കുറച്ച് കാരണങ്ങൾ കൂടി പറയാം. 200 വർഷത്തിന് മുൻപ് നമ്മുടെ ശാന്തസമുദ്രത്തിലെ പോളിനേഷ്യൻ ദ്വീപ് നിവാസികളായ സ്ത്രീകൾക്ക് മാസമുറ ഉണ്ടായിട്ടില്ല. അതൊരു ചരിത്ര സത്യമാണ്. അവിടെ മാസമുറ എന്താണെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. എന്താ കാര്യം? അവര് പ്രകൃതി തരുന്ന ആഹാരമേ അവർ ഭക്ഷിച്ചിട്ടുള്ളൂ. അവർക്കും അവരുടെ ഭാഷയിൽ അന്നും ഇന്നും ഉത്തമ സന്താനം അവർക്കുണ്ടാവുന്നുണ്ട്. നിങ്ങള് ശുദ്ധമായ ഭക്ഷണം നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. ശുദ്ധമായ ഭക്ഷണം, വേവിക്കാത്ത ഭക്ഷണം നിങ്ങൾ കഴിച്ചു നോക്കൂ, മെൻസ്ട്രേഷൻ നിന്നു പോകും. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും നിന്നു പോകും, അല്ലെങ്കിൽ നീണ്ടുപോകും, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതിന്റെ കുറെ ഉത്തമ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ച്. പോളിനേഷ്യൻ ദ്വീപിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞല്ലോ. ഈ പോളിനേഷ്യൻ ദ്വീപുകളിലും കൊള്ളക്കാരായ പലരും കൂട്ടൊക്കെ വിട്ട് വെള്ളക്കാർ കടന്നുകൂടി അവരുടെ ബിസ്ക്കറ്റും അവരുടെ പന്നിയിറച്ചിയും അവിടെ വിളമ്പി അവന്റെ ഭക്ഷണം ആ ദ്വീപിൽ നടപ്പാക്കി. അങ്ങനെ പ്രകൃതി ജീവനം തകർത്തു അവർക്കും മാസമുറ അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളൂ. ഇതൊരു ചരിത്ര സത്യമാണ്. ഇനി ഒരു സംഭവം എന്ന് പറയുന്നത്, ജപ്പാനിലെ ഒക്കിനാവ എന്ന ആ ഒരു പ്രകൃതി ഗ്രാമമുണ്ട്. അവിടുത്തെ സ്ത്രീകൾക്ക് വിരളമായി മാത്രമേ മെൻസസ് ഉണ്ടായിട്ടുള്ളൂ. ഒരത്ഭുതം എന്ന് പറഞ്ഞാൽ 90 വയസ്സായ ഗർഭിണിയെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഹൻസ താഴ്വരയിലും 90 വയസ്സായ ഗർഭിണികളുണ്ട്. അപ്പൊ പ്രകൃതിപരമായിട്ടുള്ള ഭക്ഷണം നമ്മൾ എന്നാണോ സ്വീകരിക്കുന്നത് അന്ന് നമ്മളുടെ ഈ മെൻസ്ട്രേഷൻ നിന്നു പോവുകയും ചെയ്യും. 90 വയസ്സിൽ നമ്മൾ ഗർഭിണിയാവും. ഇവിടെ 50 വയസ്സ് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നില്ല. ഇനി പണ്ടൊക്കെ ഈ രജഫലായ സ്ത്രീകളെ അറപ്പുര എന്ന വെളിയിലെ മുറിയിൽ മാത്രം 4 നാൾ താമസിപ്പിക്കൂ. 4 നാൾ കുളിക്കരുത്.
4 നാൾ കുളിക്കരുത്. 4-ാം നാൾ കുളി കഴിഞ്ഞേ വീട്ടിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പൊ 4 ദിവസം കുളിക്കരുത് എന്നുള്ളൊരു എന്ന് ഞാനിപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ അതെന്താ കുളിക്കാൻ പാടില്ലാത്തത്? 4 ദിവസം കുളിക്കാൻ പാടില്ല ശരീരത്തിൽ മുഴുവൻ മുഴുവൻ നമ്മളുടെ അഴുക്കുകൾ പോണം, അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ വഴി നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു മലിനം പോകണമെന്നുണ്ടെങ്കിൽ കുളിക്കാതിരിക്കലാണ്. അതുകൊണ്ട് 4-ാമത്തെ ദിവസമാണ് കുളിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ ആർക്കെങ്കിലും വന്ധ്യത, ആ രീതിയിൽ വന്ധ്യത ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പഴയ കാലങ്ങളിലേക്ക് ഒന്നുകൊണ്ട് 4 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് കുളിക്കൂ, അല്ലെങ്കിൽ 4 ദിവസം നിങ്ങൾ സുരക്ഷിതമായിട്ട് മറ്റ് ആചമനങ്ങളെല്ലാം നടത്തി നിങ്ങൾ അവിടെ ശീലിക്കൂ. അവിടെ അഗ്നിഹോത്രങ്ങളെല്ലാം നടത്തി നിങ്ങൾക്ക് അത് ചെയ്യാം. ഈ രാജകൊട്ടാരത്തിലെ സ്ത്രീകളും ഈ ഒരു കാര്യത്തിൽ കൊട്ടാരത്തിൽ നിന്ന് വിട്ടു നിൽക്കണമായിരുന്നു. കാര്യം പുരോഹിതരുടെ മുന്നിൽ പെടരുത് എന്നുള്ളൊരു കാലഘട്ടം ഭാരതത്തിലുണ്ടായിരുന്നു. അതുപോലെ രജഫലായ സ്ത്രീകൾ ഈ പട്ടുനൂൽപ്പുഴുവിന്റെ അടുത്ത് പോകാൻ പാടില്ല എന്നുള്ള പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയോ ക്ഷീണം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ടെല്ലാം കുറെ എല്ലാം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പട്ടുവസ്ത്രമൊക്കെ ആ സമയത്ത് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ പട്ടുവസ്ത്രം ധരിക്കാനേ ഞാൻ പറയുള്ളൂ. പട്ടുവസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ ശരീരം ശുദ്ധമായി കിട്ടും. ഇനി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മഹാഭാരതത്തിലെ ഈ ദ്രൗപദിയുടെ വസ്ത്രക്ഷേപ സമയത്ത് അവൾ പറയുന്നുണ്ട്, ദുശാസനോട് പറയുന്നുണ്ട്, ഞാൻ രജഫലയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവൾക്ക് എപ്പോഴാണ് ആ രജഫല ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഈ 14 മാസം വനവാസം സമയത്തൊന്നും അങ്ങനെ ഒരു കാര്യം അവിടെ കുറിച്ചിട്ടില്ല. മനസ്സിന് ഭയം ഉണ്ടായപ്പോൾ മാത്രമാണ് അവിടെ രജഫല സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഈ സീതാദേവിയുടെ കാര്യം കുറച്ചും കൂടി ചിരിക്കാനും ചിന്തിക്കാനും ഉള്ളതാണ്. ഈ രാവണൻ എന്ന് പറയുന്ന ആ ഒരു പണ്ഡിതൻ ശൂർപ്പണഖയോട് കാണിച്ച, ലക്ഷ്മണനും ശ്രീരാമനും കൂടി ശൂർപ്പണഖയോട് കാണിച്ച എന്താ പറയണത്, ആ പരിഹാസവും മറ്റുമെല്ലാം രാവണനെ വിഷമിപ്പിച്ചു. അപ്പൊ രാവണൻ സീതയെ കണ്ടു മോഹിച്ചു. സീത ശ്രീരാമന്റെ മന്ത്രം തന്നെ സീത ജപിക്കുമായിരുന്നു. അപ്പൊ ഭർത്താവിനോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് അശോകവനിയിലേക്ക് രാവണൻ തട്ടിക്കൊണ്ടു പോയപ്പോഴും സീത ഒരു പ്രതിജ്ഞ എടുത്തു, ഞാൻ നിന്റെ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല. കാര്യം ലങ്കയിലെ ഭക്ഷണം, നീ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇവിടുത്തെ കായ്കനികൾ ഭക്ഷിച്ചാണ് കഴിയാൻ പോകുന്നത്. പിന്നെ കുറെ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, നിന്റെ വസ്ത്രവും എനിക്ക് വേണ്ട. ഇതെന്റെ പതി വാങ്ങിച്ചു തന്ന, അല്ലെങ്കിൽ പതി എന്നെ അണിയിച്ച വസ്ത്രമാണ്. ഞാൻ ഈ ഒറ്റ വസ്ത്രം മാത്രമാണ് ഇനി ധരിക്കാൻ പോകുന്നുള്ളൂ. 1 വർഷം കഴിഞ്ഞാണ് സീതയെ മോചിപ്പിക്കുന്നത്. ഈ 1 വർഷം വരെ സീത കായ്കനികൾ ഭക്ഷിച്ചു അശോകം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ 1 വർഷം ഇരുന്നു. നിങ്ങൾ പറയൂ, 1 വർഷം പോയിട്ട് 1 മാസം ഒരു സ്ത്രീക്ക് 1 വസ്ത്രം മാത്രം ധരിക്കാൻ പറ്റുമോ? 2 വസ്ത്രം എന്താണെങ്കിലും വേണ്ടി വരില്ലേ? ആ ഒരു സമയത്തെങ്കിലും വസ്ത്രം മാറണ്ടേ? അപ്പോൾ അവിടെ രജസ്വല സംഭവിച്ചിട്ടില്ല. സീതയിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പുരാതന കാലങ്ങളിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനിത് ഇതെല്ലാം പറയണത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇത് വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നുള്ളൂ. ആ ഒരു പേരിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് ഗർഭിണിയാകാതെ ഇരിക്കാനുള്ള ഒരു കാരണമായിട്ട് അതിനെ കണക്കെടുക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ളത് അറിയിച്ചു എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനിയൊന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ഗർഭധാരണത്തിന് പ്രകൃതി എന്തെങ്കിലും നമ്മളിൽ ഒരുക്കുന്നുണ്ടോ, പ്രകൃതി നമ്മളെ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരല്പം ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഭൂമിയിൽ എവിടെയെല്ലാം മഴ പെയ്തിട്ടുണ്ടോ,
എവിടെയെല്ലാം മഴ പെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ഭൂമി തണുക്കും. ഭൂമി തണുത്തു കഴിഞ്ഞാൽ അവിടെ വിത്തുകൾ മുളയ്ക്കും. അത് ഇനി നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഇപ്പൊ ദുബായിലെ ഒരു തരം പ്രത്യേകതരം ചെടികളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് ദുബായിലെ പല സ്ഥലങ്ങളിലും. കാര്യം അവിടുത്തെ മഴ കാലങ്ങളായിട്ട് 10-12 വർഷം വിത്തായി കിടന്നിരുന്ന പലതും ഇപ്പോൾ അവിടെ മുളച്ചിട്ടുണ്ട്. അപ്പൊ പ്രകൃതിയിൽ എപ്പോഴാണോ തണുപ്പ് വരുന്നത് ആ സമയത്ത് വിത്തുകൾ മുളയ്ക്കും. ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഒരു മനുഷ്യന് എന്താണ് ഒരു സ്ത്രീയോട് സെക്സിനോട് താല്പര്യം തോന്നുന്നത് നല്ല മഴക്കാലത്താണ്. ആ സ്ത്രീക്കും ആ പുരുഷനോട് കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യം വരുന്നത് മഴക്കാലത്താണ്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. കാര്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ റിട്ടയർമെന്റ് ഉള്ളത് ഈ മാർച്ച് മാസത്തിലാണ്, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലാണ്. നിങ്ങൾ വേണം സർക്കാരിന്റെ കണക്കെടുത്ത് നോക്കിക്കോളൂ. എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഈ ഒട്ടുമിക്ക ആൾക്കാരും ജനിക്കുന്നത് ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ജനിക്കുന്നതുണ്ടെങ്കിൽ ഈ 9 മാസത്തേക്ക് നിങ്ങൾ അവരുടെ ജനനം വെച്ചിട്ട് ഒരു 9 മാസത്തേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ എവിടെ എത്തും? ഇടവം, മിഥുനം, കർക്കിടകം, ഇത്തരം മാസത്തേക്ക് നിങ്ങൾക്ക് അവരുടെ ജനനത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് കേരളീയരിൽ നല്ലൊരു ശതമാനം സ്ത്രീകളും ഗർഭിണിയായിരുന്നത് മഴക്കാലത്താണെങ്കിൽ, മഴക്കാലത്ത് പ്രകൃതി തണുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും തണുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അവിടെ ശുദ്ധമായ അന്തരീക്ഷത്തിന്റെ ശീതളത്വം ഒരു പുരുഷനിൽ ബീജത്തെ വർദ്ധിപ്പിക്കും. ഗർഭപാത്രം ശുദ്ധിയാകും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഹീറ്റിംഗ് കൂടുതലുണ്ടോ? ഈ കുട്ടികളില്ലാത്ത ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കൂടുതലുണ്ടോ എന്നുള്ളത് നോക്കുക. ചില സ്ത്രീകളിലൊക്കെ ചൂട് കൂടുതലാണെങ്കിൽ അവരെ പെട്ടെന്ന് വിവാഹം കഴിച്ച് അയപ്പിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ചൊവ്വാദോഷം എന്നുള്ളൊരു ദോഷം എന്നുള്ള ഇതിൽ ഹീറ്റിംഗ് കൂടുതലാണെങ്കിൽ, അവളുടെ ശരീരം തണുക്കുന്നില്ലെങ്കിൽ അവളുടെ വിവാഹം നീട്ടിക്കൊണ്ടു പോയിരുന്ന ഒരു ശാസ്ത്രബോധം നമ്മൾക്കുണ്ടായിരുന്നു. വിഡ്ഢികളുടെയും ഭക്തരുടെയും കാലം വന്നപ്പോൾ അത് ചൊവ്വാദോഷം എന്നുള്ള ഒരു അന്ധവിശ്വാസത്തെ ചെലുത്തി അത്തരം സ്ത്രീകൾക്ക് എന്താണ് സമൂഹത്തിലെ എന്താ അതിനെ പറയാം, ഭ്രഷ്ട് കൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ സത്യത്തെ തിരിച്ചറിയാത്തതുകൊണ്ട് അത് സംഭവിച്ചതാണ്. അവളുടെ ശരീരത്തിൽ ചൊവ്വ എന്ന ഗ്രഹം ചുവപ്പ് ഗ്രഹമാണ്, അത് അഗ്നിഗ്രഹമാണ്. അപ്പൊ ആ അഗ്നിയുടെ ദോഷം ഉണ്ടെങ്കിൽ അവൾക്ക് ഈ വെള്ളപ്പോക്ക് എന്നുള്ള രോഗം ഉണ്ടാകാം. പുരുഷനിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ആ ബീജത്തിന് ഹീറ്റായിരിക്കും. ശീഘ്രസ്ഖലനം വരെ അത്തരം പുരുഷന്മാർക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടും എന്ത് സംഭവിക്കും? ആ ഒരു കാരണം കൊണ്ടും തീർച്ചയായിട്ടും ഈ ഗർഭധാരണം മുടങ്ങാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. പക്ഷെ ഈ നല്ല മഴക്കാലത്ത് പ്രകൃതി ഈ കൂണ് ഒരുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ കൂണ് ഒരുക്കുന്നത്? കൂണ് ബീജമാണ്, ബീജത്തിന്റെ മണമാണ് അതിനകത്ത്. ഇത് എപ്പോഴാണ് വരുന്നത്? നല്ല മഴക്കാലത്ത്. ഇടവം, മിഥുനം, കർക്കിടകത്തിലൊക്കെ ഇഷ്ടം പോലെ കൂണ് കിട്ടും. ഈ കൂണ് മുഴുവൻ കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഈ സ്ത്രീയിലും പുരുഷനിലും ബീജം നിറയും. രണ്ടാമത്തെ എന്താണ് ഈ കൂണിന്റെ പ്രത്യേകത? കൂണ് അതിശക്തമായ ശരീരത്തെ തണുപ്പിക്കും. വാദത്തിന് വരെയും അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒരു സത്യം. ഇതെപ്പോഴാണ് ഒരുക്കുന്നത്? ഇടവം, മിഥുനം എന്ന് പറയുന്ന കർക്കിടക മാസത്തിലാണ് ഇത് ഒരുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഒരുക്കുന്നത്? ബീജത്തെ നിർമ്മിക്കാൻ വേണ്ടി ഒരുക്കുന്നത്. ബീജം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ ബീജം ശരീരത്തിൽ കൂടിയാൽ ഇണയോടുള്ള താല്പര്യം വർദ്ധിക്കും, അവിടെ ഗർഭധാരണം സംഭവിക്കും. ഇനി ഒരു ഭാഗം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് കുട്ടികളില്ലെങ്കിൽ പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയിട്ട് ഈറിനോടെ ശയനപ്രദക്ഷിണം ചെയ്യാനായിട്ട് പറയും. അങ്ങനെ അമ്പലത്തിൽ ഈ സ്ത്രീയും പുരുഷനും പോയിട്ട് ആ അമ്പലക്കുളത്തിൽ കുളിച്ചതിന് ശേഷം കയറി വന്നിട്ട് ശയനപ്രദക്ഷിണം ചെയ്യും. എന്നിട്ട് വീണ്ടും പോയി കുളിച്ചിട്ട് ആ നനവോടെ തന്നെ വീട്ടിൽ വന്ന് വസ്ത്രം മാറും. ഒരു
6 7 മാസം ഇത് തുടരുമ്പോഴേക്കും അവർ ഗർഭിണിയാകും. ഉടൻ തന്നെ പറയും, വൈക്കത്തമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചിട്ടാണ് കിട്ടിയത്, ഞങ്ങളുടെ തൃക്കാക്കരമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചിട്ടാണ് കിട്ടിയത്, ഞങ്ങൾക്ക് എന്നാണ് കുഞ്ഞുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാന് വലിയ നേർച്ചയൊക്കെ നേരും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരക്കെട്ട് നനയും. കാര്യം കേരളത്തിന്റെ വസ്ത്ര രീതി വെച്ചിട്ട് ഈ സ്ത്രീ അന്നത്തെ കാലത്ത് എന്ത് ചെയ്യും, സാരിയുടെ അടിയിൽ എന്തുണ്ടാവും, ഒരു പാവാട ഉണ്ടാവും, പിന്നെ അടിവസ്ത്രം ഉണ്ടാവും, ഇതെല്ലാം നനയാണ്. ഇതെല്ലാം നനഞ്ഞു കഴിയുമ്പോൾ ഈ വയറിന് നല്ല രീതിയിൽ തണുപ്പ് കിട്ടും. ഇതുപോലെ തന്നെ പുരുഷനും ആ ഒരു തണുപ്പ് വന്നു ചേരും. പിന്നീട് ഒരു കാര്യം പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തോർത്തുമുണ്ട് അരയിൽ കെട്ടി എന്താണ് പഞ്ചാക്ഷരി ചൊല്ലാൻ പറയും. തോർത്തുമുണ്ട് നനച്ച് അരയിൽ കെട്ടിയിട്ട് പഞ്ചാക്ഷരി ചൊല്ലാൻ പറയും. ഈ തോർത്തുമുണ്ടും എന്താണ്, തോർത്തുമുണ്ട് നനച്ച് കെട്ടാതെ പഞ്ചാക്ഷരി ചൊല്ലിയാൽ എന്താ പ്രശ്നം? അരക്കെട്ട് നനയില്ല. അപ്പൊ തണുത്ത അന്തരീക്ഷത്തെ നമ്മളുടെ ശരീരമാവുന്ന പ്രകൃതിയിലേക്ക് വീണ്ടും നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തണുപ്പ് അതിന്റെ ഒരു ഭാഗമാണ്. ഇനി ഈ മധുവിധു ആഘോഷിക്കുന്നത് ഇന്നും നിങ്ങൾ പറഞ്ഞു ഊട്ടിയിലാണോ കൊടൈക്കനാലിലാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ മധുവിധു ഈ കൊടൈക്കനാലിലും ഊട്ടിയിലും ആഘോഷിക്കാണ്ട് രാജസ്ഥാനിലേക്ക് ആരും പറഞ്ഞു വിട്ടില്ല? തണുത്ത അന്തരീക്ഷം കൂടുതലുള്ള സ്ഥലത്ത് ശാന്തസുന്ദരമായ അവരുടെ മാത്രം ലോകത്തേക്ക് പോകുകയാണെങ്കിൽ നല്ലൊരു പ്രജ ജനിക്കും. അവിടെ തണുത്ത അന്തരീക്ഷത്തിൽ അവൾ ഗർഭിണിയാകാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതാണ് ഇതിന്റെ ഈ കൊടൈക്കനാലും ഊട്ടിയിലും ബാംഗ്ലൂരെല്ലാം ഈ ഹണിമൂൺ ആഘോഷിച്ചിരുന്നതിന്റെ പ്രത്യേകത. കാശ്മീരിൽ ആഘോഷിക്കാൻ പോകുന്ന ഘട്ടങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ തണുത്ത അന്തരീക്ഷം ശീലിക്കുക. മൂന്നാമത് നമ്മുടെ നിർമ്മലാനന്ദഗിരി മഹാരാജ് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കുരുവില്ലാത്ത മുന്തിരി, അങ്ങനെ പല വസ്തുക്കളും പലതുണ്ട്, കൂടുതലും മുന്തിരി വർഗ്ഗങ്ങളാണ് കുരുവില്ലാത്ത ഉള്ളത്. പക്ഷേ അദ്ദേഹം കുരുവില്ലാത്തത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കുരു ഉള്ളത് ഏറെ ഭക്ഷിക്കണം എന്നുള്ളത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ കേൾക്കാഞ്ഞിട്ടായിരിക്കാം. ഈ പപ്പായയിൽ ധാരാളം വിത്തുണ്ട്. ഈ പേരക്ക എന്ന് പറയുന്ന പാലക്കാട്ടെ കൊയ്യാക്ക, ഇതിനകത്തും ഏറെ വിത്തുണ്ട്. ഈ മാതളം എന്ന് പറയുന്ന ഫലത്തിനും ഏറെ വിത്തുകളുണ്ട്. അങ്ങനെ വിത്തുകൾ ഉള്ള ഭക്ഷണം നിങ്ങൾ ഏറെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ഒരു പ്രത്യുൽപാദന ശേഷിയുള്ള ഒരാളായിട്ട് മാറും. അതിനകത്തൊന്നും യാതൊരു സംശയവും വെക്കരുത്. നിങ്ങൾ അതുകൊണ്ട് വിത്തുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു ഭാഗം പറയാനായിട്ടുള്ളത്, ഈ നമ്മുടെ നിലപ്പനക്കിഴങ്ങുണ്ട്, മുത്തങ്ങയുണ്ട്, പുളിങ്കുരു ഉണ്ട്. ഇത് നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ നിലപ്പനക്കിഴങ്ങും മുത്തങ്ങയും കൂടി, അല്ലെങ്കിൽ മുത്തങ്ങ പാല് തിളപ്പിച്ച് 108 പ്രാവശ്യം പാല് തിളപ്പിച്ച് നിങ്ങൾക്കത് കഴിക്കാം. പേരാൽമുട്ടിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേരാൽമുട്ടിനെ ഒരു പേരാല് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ 1 സെന്റ് സ്ഥലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ, 3 സെന്റ് സ്ഥലമാണെങ്കിൽ അത് നട്ടിട്ട് നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞ് ദൂരെ യാത്രക്ക് പോലെ ദുബായിലേക്ക് പോകാം. തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീട് അവിടെ ഉണ്ടാവില്ല. ഈ പേരാല് അവിടെ അത്രയും വിത്തുകൾ നിറച്ച് ആ ഒരു പ്രദേശം മുഴുവനല്ല, അതിനുശേഷം ആ നാട്ടുകാരൊക്കെ കൂടി പോവുകയാണെങ്കിൽ കേരളം മുഴുവനും പേരാല് കൊണ്ട് നിറയും. കാര്യം പേരാലിന് ഈ അതിന്റെ ബീജത്തെ ആവാഹിച്ച് ആ പ്രദേശം മുഴുവൻ അത് പടരാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് ഈ പേരാലിന്റെ മുട്ടും, അതുപോലെ അത് ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീരെടുക്കുക, അല്ലെങ്കിൽ അത് ഇടിച്ച് ചതച്ചൊരു കിഴി കെട്ടുക. ഈ അമൃതിന്റെ തോല്, മുകളിലെ മൊരി കഴിഞ്ഞിട്ട് അതിന്റെ പച്ച നിറത്തിലുള്ള തോലും ഈ പേരാൽമുട്ടും കൂടി, അമൃത് വളരെ കുറച്ചേ പാടുള്ളൂ കേട്ടോ, നിങ്ങൾ ഈ 108 ആവർത്തി ഈ പാല് തിളപ്പിക്കുക. എന്നിട്ട് ആ പാലിനെ നിങ്ങൾ പ്രോസസ്സിങ് മൺപാത്രത്തിലോ അല്ലെങ്കിൽ മരപ്പാത്രത്തിലോ പ്രോസസ്സിങ് ചെയ്ത് അതിന്റെ മോരോ തൈരോ കഴിച്ചു കഴിഞ്ഞാലും ഈ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പണ്ടുകാലത്ത് ഈ ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ ഈ പേരാലുമൊട്ട് ഇടിച്ച് ചതച്ച് അതിന്റെ ഗന്ധം മണപ്പിക്കുമായിരുന്നു. സ്ത്രീകളെ മണപ്പിക്കുമായിരുന്നു. അതെന്തിനു വേണ്ടിയാണ്? ആ ഗർഭത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഗർഭിണിയാകാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇനി അമൃതിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ പോലും ഈ പേരാൽമുട്ട് കൊണ്ട് നിങ്ങൾക്ക് പാൽക്കഷായം വെക്കാം. പേരാൽമുട്ട് എടുക്കുക, ഇടിച്ച് ചതച്ച ഒരു കിഴി കിട്ടുക, ഒരു ഗ്ലാസ് ശുദ്ധമായ പാല് മൺപാത്രത്തിലേക്ക് എടുക്കുക, 4 ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക, മന്ദാഗ്നിയിൽ ഗ്യാസിൽ വെച്ച് തന്നെ തിളപ്പിച്ചോളൂ. മന്ദാഗ്നിയിൽ നിങ്ങൾ ഗ്യാസിൽ വെച്ച് അതിനെ തിളപ്പിക്കുക. തിളച്ച് പൊന്തി വരുമ്പോഴേക്കും നിങ്ങളൊരു മരത്തിന്റെ ചിരട്ടയുടെ കയ്യിൽ വെച്ച് നിങ്ങൾ അതിനെ ഇളക്കുക. അങ്ങനെ അപ്പോഴേക്ക് ഈ പൊങ്ങി വരുന്ന ഈ നുര താഴ്ന്നു പോകും, വീണ്ടും പൊങ്ങി വരും. നല്ല ജോലിയാണ്. 108 പ്രാവശ്യം തിളക്കുമ്പോഴേക്കും ഒരു ഗ്യാസ് കുറ്റി ഏകദേശം കുറച്ച് തീർന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും അത് മനുഷ്യ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും. വന്ധ്യതക്ക് ഞാൻ പരീക്ഷിച്ചതിൽ ഏറെ ഗുണം ചെയ്ത ഒരു ഔഷധമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ പാല് വേണേൽ നിങ്ങൾക്ക് നേരിട്ട് കഴിക്കാം. ഇതല്ലെങ്കിൽ ആ പാല് വെച്ചിട്ട് നിങ്ങൾക്ക് തൈരെടുക്കാം. ആ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി വെക്കാം. ആ വെണ്ണ മാറ്റി നിങ്ങൾക്ക് ഏറെ നെയ്യായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വന്ധ്യതക്ക് വളരെ വിശേഷം ഉള്ള നെയ്യാണത്, അല്ലെങ്കിൽ പാലാണത്, അല്ലെങ്കിൽ മോരാണത്, തൈരാണ്. ഇത് പൊതുവെ കേരളത്തിൽ അന്നും ഇന്നും എല്ലാം ചെയ്തു വരുന്ന ഒരു ഔഷധമാണ്. ഇനിയുള്ളൊരു ഭാഗം പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മഹാഭാരതവും രാമായണവും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വന്ധ്യതയുടെ കാര്യങ്ങൾ രസകരമാണ്. ഈ എന്താണ്, അമ്പയിലും അമ്പാലിക പോലും ഈ വിചിത്രവീരനും ചിത്രാംഗതനും ഉണ്ടായ കാലഘട്ടത്തിൽ ഇവര് ഗർഭിണിയായിട്ടില്ല. ഒന്ന് മനസ്സിലാക്കുക. ഗാന്ധാരിക്ക് പോലും അവിടെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. ജനക മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ശത്രുഘ്നൊക്കെ ജനിക്കുന്നത് എന്താണ്, അവിടെയും വന്ധ്യത നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഋഷ്യശൃംഗന്റെ കാലഘട്ടത്തിൽ എന്താണ്, അംഗരാജ്യത്തിലെ ലോമപാതൻ എന്ന രാജാവിനെ അവിടെയും കുട്ടികളില്ല. അപ്പൊ കുട്ടികളില്ലാത്ത കാലഘട്ടം എന്ന് പറയണത് ഈ അടുത്ത കാലത്തൊന്നുള്ളതല്ല. കാലങ്ങളായിട്ട് തന്നെ ഈ വന്ധ്യത പലർക്കും പ്രശ്നമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ ലോമപാതന്റെ രാജ്യത്ത് അത്യുഷ്ണമാണ്. അത്യുഷ്ണമാണ് എപ്പോഴും. അതുകൊണ്ടാണ് ലോമപാതന്റെ രാജ്യങ്ങളിൽ വന്ധ്യത കൂടുതലും പിടിപെട്ടിരുന്നത്. ആ മഴയ്ക്ക് വേണ്ടിയുള്ള ഋഷ്യശൃംഗന്റെ യാഗത്തിൽ നമ്മൾ ഇങ്ങനെയും കൂടി ഒരു മുഖം ആ ഒരു കഥയിൽ നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് എപ്പോഴെല്ലാം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് തണുപ്പിക്കാൻ സാധിക്കുമോ അവിടെ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു ഭാഗം, മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുള്ളൂ. കുറച്ച് മദ്യം കഴിക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം. ഈ അച്ചാറ് ഒരു മദ്യമാണ്. കാര്യം ഫെർമെന്റേഷൻ നടന്ന് അതിന് അച്ചാറിന് തുല്യമാകുകയാണ്. അതുകൊണ്ട് ഈ നിങ്ങൾക്ക് കുട്ടികൾ ഇല്ല, ഏറെ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഊണിനോടൊപ്പം അച്ചാറ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത് ഞാൻ പറയുന്നത്, ശുദ്ധമായിട്ടുള്ള വേറെ ഒന്നും ചേർക്കാത്ത കടലുപ്പ് എന്ന് പറയുന്ന കല്ലുപ്പ്, അതിനകത്ത് വേറെ പ്രോസസ്സിംഗ് ഒന്നും ഉണ്ടാകരുത്, നേരിട്ട് ചെന്ന് കിട്ടുന്ന ആ കറുത്ത അഴുക്കുള്ള ഉപ്പ്, അത് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിക്കുക. കാര്യം ഇവിടെയുള്ള നിലവിലുള്ള ഈ പല കെമിക്കലും ചേർത്ത ഉപ്പുകൾ വന്നതിന് ശേഷമാണ് വന്ധ്യത കൂടിയേക്കുന്നത്. കാര്യം തൈമസ് ഗ്ലാൻഡിന്റെ പ്രശ്നം വന്നാൽ തന്നെ, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ വന്ധ്യതക്ക് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഡോക്ടർമാരും സമ്മതിക്കുന്നുണ്ട്. അത് ഉപ്പിൽ നിന്നാണെന്നെല്ലാം പറയുന്നുണ്ട്. ഞാനത് പച്ചയായിട്ട് പറയാൻ തയ്യാറല്ല. പക്ഷേ അത് നിങ്ങൾ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇന്ദുപ്പിലേക്ക് മാറുക. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അതിനകത്ത് ഒരല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ അച്ചാറുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ നിങ്ങൾ പൈനാപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ, കഴിക്കാൻ നിങ്ങൾ
എന്നാൽ ഗർഭിണിയാകില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പൈനാപ്പിൾ കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പൈനാപ്പിൾ കഴിക്കണം. ശരീരത്തെ അത് ഏറെ തണുപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നിങ്ങൾ ഗർഭിണിയാകുന്നവര് നിങ്ങൾ കുങ്കുമപ്പൂ കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കൂ. കാര്യം അത് നിങ്ങളുടെ ശരീരത്തെ ശുദ്ധമാക്കും. അഷ്ടചൂർണം നിങ്ങൾ മോരിൽ കലക്കി കഴിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാനുള്ള സാധ്യത വീണ്ടും കൂടും. മലബന്ധം നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്ധ്യതക്ക് അതൊരു കാരണമാണ്. അങ്ങനെ അങ്ങനെ ഇത്തിരി കാരണമല്ല, ഏറെ കാരണങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമതൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഈന്തപ്പഴം അത് നിങ്ങൾ എന്താണ് എള്ളിന്റെ കൂടെ ചേർത്തോ, നെയ്യുടെ കൂടെ ചേർത്തോ, വെണ്ണയുടെ കൂടെ ചേർത്തോ നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾ ആ ബീജവർദ്ധനവിനുള്ള ഒരു ഔഷധം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് അതിനെ വിശേഷിപ്പിക്കാം. ആരോ എന്തൊരു മെസ്സേജ് വിട്ട്, എന്താന്ന് എനിക്കറിയില്ല, എനിക്കുള്ളതാണോ എന്നറിയില്ല. ഓക്കെ, പിന്നീട് ഒരു ഇല്ല ഓക്കെ എനിക്കറിയില്ല. ഓക്കെ. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഞാൻ എഴുതിയൊരു പുസ്തകം ഉണ്ട്. അത് എത്ര പേര് അത് വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇനി ആരും ചോദിക്കലോട്ട് പുസ്തകം എൻ്റെ കയ്യിലില്ല. ഈ സർപ്പദോഷം സത്യവും വിദ്യയിൽ ഈ ആലിലത്താലി എന്നുള്ളൊരു ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആരും സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ അണിയുന്നുണ്ടെങ്കിൽ അതും ഒരുപക്ഷെ ഒരു കെമിക്കൽ റേഡിയേഷൻ സ്ത്രീകളിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗർഭിണിയാവുന്നവരെ ഈ സ്വർണം കാതിലല്ലാതെ നിങ്ങൾ അത് ഉപേക്ഷിക്കുക. പണ്ട് കാലങ്ങളിൽ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതിന് ആകാൻ വേണ്ടി അവർ ചെയ്തിരുന്ന വെച്ചാൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് മൈലാഞ്ചി കല്യാണം ഇന്ന് എനിക്ക് തോന്നുന്നത് മുസ്ലിം സഹോദരന്മാരുടെ ഇടയിലുണ്ടായ ഒരു ആചാരമാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. മലബാറിലുണ്ടായ ആചാരം അവര് ഇപ്പോഴും അത് മുസ്ലിങ്ങൾക്കിടയിൽ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഹിന്ദുക്കൾക്കിടയിലും ഈ മൈലാഞ്ചി കല്യാണം ഉണ്ടായിരുന്നു. മൈലാഞ്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മൈലാഞ്ചി ഒരു മാസ്മരിക ഗന്ധമുള്ളതാണ്. മൈലാഞ്ചിയുടെ ഇലയിൽ ഈ മഴ പെയ്യുമ്പോൾ ഏറെ ജലം കെട്ടി നിൽക്കും. അങ്ങനെ സൂര്യന്റെ രശ്മികളേറ്റ് ഗായത്രി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് മൈലാഞ്ചിയിലാണ്. അതുകൊണ്ട് സൂര്യന്റെ സപ്തവർണ്ണങ്ങളെയും ആവഹിക്കാനുള്ള ഒരു കഴിവ് മൈലാഞ്ചിയിൽ ഉള്ളതുകൊണ്ട് മൈലാഞ്ചിയിൽ ഈ ആ സൂര്യന്റെ കാവി നിറം മൈലാഞ്ചിയിൽ പ്രകൃതിയിൽ നിന്ന് എത്തിച്ചേരും. അങ്ങനെ ചേരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ മൈലാഞ്ചി ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ശരീരം മുഴുവനും അല്പം മഞ്ഞളും കൂടി ചേർത്ത് അരച്ച് ഒരു മഞ്ഞൾ കല്യാണം നടത്തും. അതിനുശേഷം ഇവളുടെ ശരീരത്തിന് മൈലാഞ്ചി അടങ്ങിയേക്കുന്നത് ഇവളുടെ കരള് 100% ശുദ്ധമാവും. പിന്നീട് എന്ത് ചെയ്യും, ഈ കൈകളിലും കാലുകളിലും വിരലുകളിലും കാലിന്റെ വിരലുകളിലെല്ലാം ഈ മൈലാഞ്ചി അരക്കും. ഇത് പോയി തീരാനായിട്ട് ഒരു 2 മാസമെങ്കിലും എടുക്കും. അങ്ങനെ ഇവള് ഗർഭിണിയാവുന്നവരെ ഈ മൈലാഞ്ചി കല്യാണം അല്ലെങ്കിൽ കൈകളിൽ ആണെങ്കിൽ അരച്ചു വരട്ടും. അങ്ങനെ മൈലാഞ്ചി ഭക്ഷണം കഴിക്കുമ്പോഴും, ചൂടുള്ള ഭക്ഷണം കൈകൊണ്ട് വാരി കഴിക്കുമ്പോഴെല്ലാം ഈ മൈലാഞ്ചിയുടെ ഗുണങ്ങൾ ശരീരത്തിലെത്തും. വന്ധ്യതക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. മൈലാഞ്ചി ഇല ഞാൻ കഴിക്കാനായിട്ട് പറയില്ല, പക്ഷെ മൈലാഞ്ചി അരച്ച് നിങ്ങളുടെ കൈകളിലും കാലുകളിലും തേക്കുക. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങളത് നിങ്ങളുടെ വിരലുകളിലും പറ്റുന്നുണ്ടെങ്കിൽ കൈയുടെ പുറത്തും നിങ്ങൾക്കത് തേക്കാം. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ വിധിയാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞത്, ഈ അജ്ഞന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുര വാതിലിൽ ഞാൻ കാത്തിരുന്നു എന്ന് ഒരു ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആലിലയുടെ താലി ചാർത്തിയിട്ട് മണവാളനെ കാണാനായിട്ട് ഒരു സ്ത്രീ മണവാളൻ വരുന്നത് നോക്കി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ താലി എന്നുള്ളത് പുരുഷൻ കൊണ്ടുവന്നതല്ല. ആ സ്ത്രീ ആലിലയുടെ കിളുന്ന് ഭക്ഷിക്കുമായിരുന്നു. ഈ വീണ്ടും ഞാൻ പറഞ്ഞു, ആലപ്പുഴയില് ഒരു സ്ത്രീ നമ്മളുടെ എറണാകുളത്തെ ക്ലാസ്സിൽ വന്ന് 2 കുട്ടികൾ ആലില മാത്രം ഭക്ഷിച്ച് ഗർഭിണിയായ ഒരവസ്ഥ. അതാ ഈ
ആരൊക്കെ അത് കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നേരിട്ട് വന്ന് രണ്ട് ദമ്പതികൾ അവരുടെ അനുഭവം പറഞ്ഞിരുന്നു. അതവർ നേരിട്ട് വന്ന് പറഞ്ഞതാണ് അല്ലേ? അവർക്ക് രണ്ട് കുട്ടി അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, പണ്ട് കാലത്ത് വിവാഹം ഉറപ്പിക്കുമ്പോൾ ഈ കടമ്പിന്റെ ഇലയിൽ ഇരുത്തും, അല്ലെങ്കിൽ കടമ്പിന്റെ ഇലയിൽ പായസം കഴിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത് കടമ്പിന്റെ ഇലയിലാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. കടമ്പിന്റെ ഇലയിൽ നമ്മൾക്ക് ഭക്ഷണം തരും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഈ ഭക്ഷണം തരുന്നത്? കടമ്പിന്റെ ഇലക്ക് നമ്മളുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അശുദ്ധി എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കടമ്പിന്റെ ഇല കൊണ്ട് അത് മാറട്ടെ. പിന്നെ കടമ്പിന്റെ പൂവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മനുഷ്യന്റെ കോശം പോലെ തന്നെയാണ് കടമ്പിന്റെ പൂവുകൾ. അതുകൊണ്ട് ഈ കടമ്പിന്റെ ഇലയിൽ ഈ സ്ത്രീയെ ഇരുത്തി കുളിപ്പിക്കും. കടമ്പിന്റെ ഇല കൊണ്ട് തന്നെ അവൾക്കൊരു വസ്ത്രം അണിഞ്ഞു കൊടുക്കും. അതിനുശേഷം അവളെ 41 ദിവസം അവളെ ആലിന്റെ കിളുന്ത് ഇല, അത് ഒരു ദിവസം അമ്മാവനാണ് കൊണ്ടുവന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇത് സഹോദരന്റെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ബന്ധുക്കളായിരിക്കുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസവും ഇവൾക്ക് ആലിന്റെ കിളുന്ന് ഇല 41 ദിവസം കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? ആലിലയുടെ മാല ചാർത്തുമ്പോഴും ആലില ഭക്ഷിക്കുമ്പോഴും ആലിനെ പോലെ തന്നെയാണ് എത്ര കൊടിയ അവസ്ഥയിലും ആല് പൊട്ടി മുളയ്ക്കുന്ന പോലെ തന്നെ ഈ പെൺകുട്ടിയിലും ഈ പുരുഷനിലും എന്തിനുള്ള ഗുണം വരും? വന്ധ്യതയെ എതിർക്കുന്നതും ഒരു ചെറിയ ഒരു പുരുഷന്റെ ഒരു ബീജസംയോജനം നടന്നാൽ പോലും ആ സ്ത്രീ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് ഈ ആലിലയുടെ ആരും വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയും ആവശ്യപ്പെടാത്ത ആഭരണമാണ് താലി. ഈ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് താലി തീർക്കാനായിട്ട് ഒരു സ്ത്രീയും സമീപിച്ചിട്ടില്ല. അപ്പൊ പൊതുവെ ഈ സ്ത്രീകൾ ധരിക്കുന്ന ഏത് ആഭരണവും എല്ലാ പുരുഷനും അണിയുന്നുണ്ട്. പക്ഷെ താലി മാറിൽ അണിയാത്ത വർഗം പുരുഷനാണ്. അപ്പൊ തൻ്റെതല്ലാത്ത ഒരു ആഭരണം തീർക്കാൻ തട്ടാനെ സമീപിക്കുന്നതിന്റെ ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ താലി ചാർത്തലിൽ ഭാരതീയത്തിലെ പല ആചാരവും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ വന്ധ്യത എന്തെല്ലാം കൊണ്ടും ഏതൊക്കെ സമയത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കണം. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് കദളിപ്പഴവും വെണ്ണയും ശർക്കരയും ചേർത്ത് കഴിക്കുന്നതും ഈ വന്ധ്യതയ്ക്ക് ഒരു പരിഹാരം കിട്ടുന്ന ഒരു സാഹചര്യം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്കയിൽ നിറയെ വിത്തുകളാണ്, കുമ്പളങ്ങയിൽ നിറയെ വിത്തുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷമാം എന്നെല്ലാം പറയുന്ന ആ ഒരു ഔഷധം അല്ലെങ്കിൽ ആ ഒരു പഴം വളരെ നല്ലതാണ്. നിങ്ങൾ ഈ പഴങ്ങൾ വിൽക്കുന്ന കടകളിൽ ചെന്നിട്ട് അവിടെ ഏത് പഴമാണ് എലി തിന്നുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എങ്കിലും ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എലി തിന്നുന്ന ഒരു പഴം ഏതാണെന്ന് അറിയാവോ? എലി തിന്നുന്ന പഴം ക്ഷമാമാണ്. ക്ഷമാമിന്റെ വിത്ത് എലിക്ക് വളരെ താല്പര്യമാണ്. നിങ്ങൾ മത്തങ്ങയുടെ കുരു മറ്റെന്തെല്ലാം കുരു ഇട്ടാലും രണ്ട് സാധനങ്ങളാണ് എലി എടുത്തുകൊണ്ട് പോകുള്ളൂ. ഒന്ന് ക്ഷമാമിന്റെ വിത്തും, രണ്ടാമത് തേങ്ങ, അല്ലെങ്കിൽ അത് കൊപ്രയായാലും കുഴപ്പമില്ല. ഈ രണ്ട് വസ്തുക്കളാണ് അവൻ എടുത്തുകൊണ്ട് പോണത്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ഷമാമിന്റെ വിത്ത് നിങ്ങൾക്ക് കടിച്ച് ചവച്ച് അതിന്റെ നീര് കഴിക്കാം. വിത്ത് അത് ചടിച്ച് എന്നിട്ട് നിങ്ങൾ തുപ്പിക്കളഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അതിനെ വറുത്തെടുത്ത് ആ മുറത്തിലിട്ട് തന്നെ എന്തെങ്കിലും വെച്ചൊന്ന് ഞെരിച്ചു കഴിഞ്ഞാലും ക്ഷമാമിന്റെ ഈ വിത്ത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ ഇത്തരം കഷ്ടപ്പാടൊന്നുമില്ല. ഒട്ടുമിക്ക കടകളിൽ ഇപ്പോൾ അത് ക്ഷമാമിന്റെ വിത്ത് വാങ്ങാൻ കിട്ടും. ഡ്രൈ ആയിട്ടുള്ളതും വാങ്ങാൻ കിട്ടും, പച്ചന തന്നെ അതിന്റെ ആ തോല് കളഞ്ഞിട്ടുള്ളതും ക്ഷമാമിന്റെ വിത്ത് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പിന്നീട് ശരീരത്തെ തണുപ്പിക്കുന്ന തണ്ണിമത്തനടക്കം എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും വന്ധ്യതയ്ക്ക് ഒരു പരിഹാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും ശരീരത്തെ തണുപ്പിക്കുന്ന ആഹാരങ്ങൾ, ശരീരത്തെ തണുപ്പിക്കുന്ന പലഹാരങ്ങൾ, ശരീരത്തെ തണുപ്പിക്കുന്ന മുരിങ്ങാക്കോല്, മുരിങ്ങക്കായ മുതലുള്ള ചീരവർഗ്ഗങ്ങൾ, വെള്ളരിക്ക മുതലുള്ള വർഗ്ഗങ്ങൾ, തണുത്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ,
ത്രിഫല കൊണ്ടുള്ള ഒരു ത്രിഫല എടുത്ത് മോരില് കലക്കി കൊണ്ടുള്ള ഒരു കുളി, ഇതെല്ലാം നിങ്ങൾ എന്താണ് ഉചിതം പോലെ ചെയ്യുക. തീർച്ചയായിട്ടും വന്ധ്യതയ്ക്ക് ഒരു പരിഹാരം കിട്ടുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ എന്താണ് നമ്മളെ ക്ലാസ് 1 മണിക്കൂറാണ്. 10 മിനിറ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. ഞാൻ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി സർപ്പദോഷം സന്താനപരമ്പരാത്ത വീടാണ്, മറ്റേ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉരുളി കമർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിലേക്ക് തന്നേക്കണം ആ ഉരുളി. കാര്യം ഞാൻ അത് വിറ്റ് ഒരു 10 ദിവസം പണിക്ക് പോകാണ്ടിരിക്കുമ്പോഴേക്കും എന്തെങ്കിലും കൂടി എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ട് പാമ്പമ്മയെക്കാട്ടുകൊണ്ട് ആരൊന്നും ഉരുളി ഒന്നും കമഴ്ത്താൻ നിൽക്കരുത്. ഉരുളി കമഴ്ത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഉരുളി കമഴ്ത്തണതിന്റെ കഥ ഇരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും പാപം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഉരുളി കമഴ്ത്തതിന്റെ പ്രത്യേകത. പണ്ട് കാലത്ത് ഉരുളിയിൽ ഒരു ജീവി വീണിട്ടുണ്ടെങ്കിൽ, പല്ലി വീണിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറിപ്പോകല് നടക്കൂല. കാര്യം ഉരുളി ഭയങ്കര പോളിഷിങ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഉരുളി എന്താണ് നിവൃത്തി വെച്ചവനെ ഈ അതിനകത്ത് വീഴുന്ന ജീവികൾ ശപിക്കും. അതുകൊണ്ട് വന്ധ്യതയ്ക്ക് നിങ്ങളുടെ പാപത്തിനും എന്താണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പ്രകൃതി നിങ്ങളെ ശിക്ഷിക്കും. അതുകൊണ്ട് ഉരുളി എന്താണ് ചായ കുടിക്കുന്ന ഗ്ലാസ്, എന്താണ് ഭക്ഷണം കഴിക്കുന്ന പാചകപാത്രങ്ങള്, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങള്, ഇതെല്ലാം നിങ്ങൾ കമഴ്ത്തി വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഉരുളി മാത്രമല്ല. പക്ഷെ ഉരുളി കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് ഉപയോഗിക്കുമ്പോൾ വീണ്ടും അതിനകത്ത് കിടക്കുന്ന ജീവിയെ എടുത്ത് മാറ്റാം. പക്ഷെ ഉരുളിയൊക്കെ കമഴ്ത്തി വെച്ചില്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഉരുളി ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ആ ജീവി അവിടെ ചത്തു കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ രീതിയിൽ പോലും ഒരു പാപം ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഉരുളി കമഴ്ത്തി വെക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ജനങ്ങൾ മുഴുവനും പാമ്പുമ്മയെക്കാട്ടും മറ്റും സർപ്പ കാവുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഉരുളി കമഴ്ത്തി വെക്കുക ചെയ്യണത്. നിങ്ങളൊക്കെ അങ്ങനെ എന്തുണ്ടെങ്കിൽ ഒരു ഉരുളിയുടെ പൈസ എനിക്ക് അത് അയച്ചു തന്നാൽ മതി കേട്ടോ. ഞാനിവിടെ അത് കമഴ്ത്തി വെച്ചോളാം. പിന്നെ അമ്പലത്തിലെ തൊട്ടിലൊന്നും കെട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിന്റെ ശാസ്ത്ര സത്യത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കാനൊന്ന് ശ്രമിച്ചാൽ മതി. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അനിൽജി, ആലിന്റെ കിളുന്ത് ഇല എന്ന് പറയുമ്പോ അരയാലിന്റെ അല്ലേ? അരയാലോ പേരാലോ? പേരാലിന്റെ മുട്ട് എടുത്ത് ചതച്ച് കിഴികെട്ടി പാൽ കഷായം വെക്കാനാ പറഞ്ഞത്. ആലിന്റെ തളിരില ഭക്ഷിക്കാം. ഒരുപാട് കേട്ടോ, ഒരെണ്ണം അല്ലല്ല. പേരാലും അരയാലും തമ്മിൽ വ്യത്യാസമുണ്ട്. പേരാലെന്ന് പറഞ്ഞത് ഒരാല് നട്ടാൽ മതി, ആ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അത് പടർന്നു വന്നിരിക്കും. അപ്പൊ കിളുന്തലയും പേരാലിന്റെ തന്നെയാണ് കഴിക്കേണ്ടത് അല്ലേ? എന്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാത്ത ആരെങ്കിലൊക്കെ. പേരാലല്ല ടീച്ചറെ, അരയാലിന്റെ മുട്ടാണ് അമ്പലങ്ങളിൽ കാണുന്നില്ലേ, അതിന്റെ തളിരലയാണ് കഴിക്കേണ്ടത്. മൊട്ട് പേരാലിന്റെ, മറ്റത് കിളുന്തില അരയാലിന്റെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അരയാൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നീണ്ടു നിവർന്ന് ഇങ്ങനെ ഒരു അഗ്രം പോലെ വരുന്ന ഇലയുള്ളത്. പേരാൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാവിലേനെക്കാട്ടി വളരെ വലുതായിരിക്കും. തേക്കിന്റെ ഓക്കെ. അതിനകത്ത് ഒരു തരം വള്ളി നൂന്നിറങ്ങും. ആ വള്ളി വീണ്ടും അതൊരു വൃക്ഷമായിട്ട് വീണ്ടും അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കും. അങ്ങനെ ഒരു പേരാലുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യം അല്ല, ഭൂമി മുഴുവൻ അവർ കീഴടക്കും. അൽജി പണ്ട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നത്, നമ്മുടെ ഈ പേരാലിന്റെ മുട്ട് നമ്മൾ ഹോമം നടത്തി ഏതോ ഒരു സ്ത്രീയുടെ യൂട്രസിനകത്ത് ബ്ലോക്ക് മാറിയെന്ന് പണ്ട് എവിടെയോ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ബ്ലോക്ക് മാറും. ഈ പേരാലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പേരാലിന്റെ മുട്ടിനുള്ളിൽ ഈ നിർമ്മാണഗിരി പറഞ്ഞ ഒരു ശാസ്ത്ര സത്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനകത്ത് വണ്ട് കേറിയ മുട്ടയിടാൻ വന്ന വണ്ട്. അതെ, അതിനകത്തൊരു ജീവിക്ക് എന്താണ് അതൊരു ഗർഭപാത്രമായിട്ട് മാറാറുണ്ടത്. പേരാലിന്റെ മുട്ട് ഒരു വണ്ട് വന്ന് മുട്ടയിടുന്നു. അതിനകത്ത് ആ വണ്ട് അതിനകത്ത് തന്നെ ഇരിക്കുന്നു. ആ മുട്ടകൾ പേരാലിന്റെ ഗുണം കൊണ്ട്
ആ മുട്ടകൾ മുഴുവൻ വളർന്ന് വീണ്ടും വണ്ടായിട്ട് മാറുന്നുണ്ട്. അത് അത് കായാകുമ്പോൾ അത് പൊട്ടി അതിനകത്തുള്ള ജീവികളെല്ലാം പറന്നും പോകാറുണ്ട്. അതുകൊണ്ട് ഇതിനെ പ്രകൃതിയുടെ ഗർഭപാത്രം എന്നാണ് ആയുർവേദം വിളിക്കുന്നത്. ഉണ്ണി സർ ചോദിച്ചോളൂ. ഉണ്ണി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. അഞ്ച് ഈ പപ്പായക്കകത്താണെങ്കിലും നിറയെ കുരുക്കളുണ്ടല്ലോ, പക്ഷെ ഈ പപ്പായ സമയത്ത് ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിക്കാറില്ലല്ലോ, അത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, പപ്പായ നിങ്ങളുടെ ഈ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നില്ല, നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ പപ്പായ ഭക്ഷിച്ചോളൂ. ശുദ്ധമായ പപ്പായ ഭക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആ മെൻസ്ട്രേഷൻ സംഭവിക്കും. അപ്പോ ഈ പപ്പായക്ക് എന്ത് ഗുണമുണ്ട്? പപ്പായക്ക് നമ്മളുടെ എന്താണ് ഗർഭാശയത്തെ മുഴുവൻ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനകത്ത് സംശയമൊന്നും വേണ്ട. പക്ഷെ ഗർഭിണിയായി കഴിഞ്ഞാൽ പപ്പായ കഴിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണമെന്നില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ കഴിക്കാറില്ല ആരും. കഴിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. കാര്യം അങ്ങനെ പോകേണ്ട വസ്തുവാണെങ്കിൽ ഈ പപ്പായയിൽ പോട്ടെ, ആ കുട്ടിക്ക് ആരോഗ്യമില്ലെന്ന് അതിന്റെ അർത്ഥം. ആദി ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ആദി ക്വസ്റ്റ്യൻ ഉണ്ടോ, ചോദിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് ചോദിക്കാം. ജ്യോതിലക്ഷ്മി. അജി, നമ്മൾ ഈ ഇലക്കറികൾ തോരൻ വെക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് 1-2 ഈ നേരത്തെ പറഞ്ഞ മൈലാഞ്ചി ഇല കിട്ടുന്നത് ദോഷമുണ്ടോ? രാജീവേ, അതിനകത്ത് ദോഷമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഓരോന്നിനും ഓരോ ഭക്ഷണ രീതി ഉണ്ട്. അത് എക്സ്റ്റേണൽ യൂസിനുള്ള ഇതാണ് മൈലാഞ്ചി. ഇന്ത്യകളിൽ ചെല്ലാൻ പാടില്ല അല്ലേ? അത് ചെല്ലാം. മഞ്ഞപ്പിത്തം ഉള്ളപ്പോൾ നമുക്ക് അത് അകത്ത് കൊടുക്കാം. മഞ്ഞപ്പിത്തം ഉള്ളപ്പോൾ പല രീതിയിലുണ്ട്. ഇപ്പൊ വെളിച്ചെണ്ണ എള്ളെണ്ണ നമ്മൾ എന്താണ് കൂടുതലും ചെയ്യുന്നത്? അകത്ത് കഴിക്കാറില്ല അല്ലേ, പുറമേണ് വരട്ടാറുള്ളത്. അങ്ങനെ എന്നാൽ ദേഹത്തിലൂടെയാണ് അതിനെ ഭക്ഷിക്കാൻ പാടുള്ളൂ. അങ്ങനെ അപ്പൊ അതിനെ മൈലാഞ്ചിന് ആ രീതിയിൽ എടുക്കാം. ജ്യോതിലക്ഷ്മി ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോ, നിങ്ങളുടെ പല്ലിന് കേടുണ്ടെങ്കിൽ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ആ ചീഞ്ഞ ദുർഗന്ധം എന്നും ശരീരത്തിലേക്ക് എത്തിയാലും വന്ധ്യതക്ക് അത് ശ്രദ്ധിക്കണം കേട്ടോ പലരും. നമസ്കാരം. ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഈ ഒരു ഭാര്യ ഭർത്താവിന് അതിനെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാമോ? ഏതൊക്കെ ദിവസങ്ങളാണ്, എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടാവുമെന്ന് വിശദീകരിക്കാമോ? ആരൊക്കെയോ ഓരോരുത്തരും സംസാരിക്കൂ. നമുക്ക് ഓരോരുത്തരും സംസാരിക്കണം. ചോദ്യം ചോദിക്കുന്ന ഒരു ഹാൻഡ് റൈസ് ഉയർത്തണം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും. ഉഷ രാമചന്ദ്രൻ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമാവാസിയാണ് ഏറ്റവും അനുയോജ്യമായ സമയം. പലരും പൗർണമിയാണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പൗർണമി കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാൽ, പൗർണമി കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞാൽ വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ പൗർണമി കഴിഞ്ഞിട്ടുള്ള 5 ദിവസവും വിശേഷമാണ്. പൗർണമി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അമാവാസി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ കുറേം കൂടി ശക്തമാണത്. കാര്യം അന്ധകാരപൂർണമായ ഒരു അവസ്ഥയിലാണ് ഒരു കുഞ്ഞ് ജനിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിന് പോലും മനുഷ്യൻ ഇരുട്ടിനാണ് പ്രണയിക്കുന്നത്. നമ്മൾ അമ്മയുടെ വയറ്റിൽ വളരുമ്പോഴും അവിടെയും ഇരുട്ടാണ്. അതുകൊണ്ട് ഈ പൗർണമി എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റിയിട്ട് അമാവാസിയിലേക്ക് പോവുക. അതിന് പ്രത്യേകിച്ചൊരു സമയം ഞാൻ പറയില്ല. എങ്കിൽ പോലും ഈ എന്താണ് ഇടവം കഴിഞ്ഞിട്ട്, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, ഈ ഇത്തരം മാസങ്ങളിൽ ആകാം. അത് ഒരിക്കലും ഒരു ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ പോയി കിടക്കുന്ന സാഹചര്യത്തിലായിരിക്കരുത് അത്തരം ബന്ധങ്ങൾ. ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ആ പുലർക്കാലം എന്ന് പറയുന്ന 4 മണിക്കോ ബ്രഹ്മമുഹൂർത്തത്തിലോ അതാകാം.
ശ്രദ്ധിക്കേണ്ടത് ഇത്ര ഉള്ളൂ, ഒരു ഉറക്കം കഴിയാതെ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു കർമ്മത്തിൽ ഏർപ്പെടരുത്. അത് അവന്റെ ജീവിത സായാഹ്നത്തിൽ ഇതിനല്ലെങ്കിൽ പോലും, സന്താനോൽപാദനത്തിന് അല്ലെങ്കിൽ പോലും അതിനു വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതാണ് ഒരു ഭാഗം. അടുത്ത് രഞ്ജിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് അനിൽജി ചെയ്തിട്ടുണ്ട്. നമസ്കാരം. അനിൽജി ഒരു സംശയം ചോട്ടെ, ഒരു ഭാര്യ ഭർത്താവിന് സുരക്ഷിതമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ദിവസങ്ങൾ ഏതൊക്കെ? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു ആദ്യത്തെ 9 ദിവസം, മെൻസ്ട്രേഷൻ കഴിഞ്ഞ് ആദ്യത്തെ 9 ദിവസം ഗർഭിണിയാകാനുള്ള സാധ്യതയില്ല. പിന്നീട് ഉള്ള 9 ദിവസം സാധ്യത ഉണ്ട്, പിന്നീടുള്ള 9 ദിവസം ഇല്ല. നടുക്കത്തെ 9 ദിവസം സാധ്യത കൂടുതലാണ്. അടുത്ത് മിസ്റ്റർ കുമാരൻ, സുരുവൻ കുമാരൻ, ചോദിച്ചോളൂ. കുമാരൻ സർ, ചോദ്യമുണ്ടോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ. ഈ ഋതുചര്യയുള്ള സമയങ്ങളിൽ സ്ത്രീകൾ ചില ചെടികളുടെ അടുത്ത് പോകുമ്പോൾ അത് നശിച്ചു പോകാൻ സാധ്യത. ഉദാഹരണത്തിന് തുളസി, അരുത, ഈ ചെടികൾ. അപ്പൊ ആ സമയത്ത് ഇതൊരു വേസ്റ്റ് അല്ല, നോർമൽ പ്രോസസ് ആണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ചെടികളിലോട്ട് അടുത്ത് പോകുമ്പോൾ അത് അങ്ങനെ തൊട്ട് കഴിഞ്ഞ് കരിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്? ഇതിലെന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? അത് ഈ മെൻസ്ട്രേഷന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ കരിഞ്ഞു പോകുന്നത് എന്നുള്ളൊരു ധാരണ നമ്മൾ മാറ്റുന്നത് നന്നായിരിക്കും. അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ രക്താർച്ചഫുള്ള എത്രയോ പുരുഷന്മാരുണ്ട്, അവര് തൊട്ടാലും ഇത് സംഭവിക്കുന്നില്ലേ? സംഭവിക്കുന്നുണ്ട്. രക്താർച്ചഫുള്ള ഒരു പുരുഷൻ അരൂതയോ തുളസിയോ അങ്ങനെയുള്ള ഹീറ്റിംഗ് കൂടുതലുള്ള ഏതെങ്കിലും ഒരു ഔഷധത്തെ തൊട്ടാൽ അതിനെന്തെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ ഹീറ്റിംഗ് കൂടുതലായിരിക്കുള്ളൂ, ചൂട് വളരെ കൂടുതലായിരിക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ചൂട് കൂടുതലുള്ളപ്പോൾ തീർച്ചയായിട്ടും ചെടികളുടെ പരിപാലനത്തില് ആ കൂമ്പ് കിള്ളി പറിച്ചെടുക്കുന്ന അവസ്ഥ മാറ്റുക. നിങ്ങൾ ചീരെടുത്ത് കറി വെച്ചോ, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇതിന്റെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? കൂമ്പ് കിള്ളിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയൊരു ദോഷം. എല്ലാവരിലും അത് അങ്ങനെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലരിൽ ദുർഗന്ധം കൂടുതലായിരിക്കുള്ളൂ, മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ വിയർപ്പിന്റെ ദോഷമുള്ളവര്, അത്തരം ആൾക്കാരെല്ലാം ഒരുപക്ഷെ ഇത്തരം സമയങ്ങളിൽ അരൂതയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെടികളുണ്ട്. പക്ഷെ ഇത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ശരി, അത് നിങ്ങൾ അതിന്റെ ആ സയന്റിഫിക് ടെമ്പർ വന്നിട്ടുണ്ട്. ഈ പുഴുവിനെ തളർച്ച ബാധിക്കുന്നുണ്ട്. ചിലതെല്ലാം തീരെ അത്രക്ക് ശാരീരിക ക്ഷമതയില്ലാത്ത പുഴുക്കളും ഉണ്ടാവുമല്ലോ, അതെല്ലാം ഡെത്താവുകയും ചെയ്യുന്നുണ്ട്. ഈ കാഞ്ചീപുരത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പട്ട് വസ്ത്രം നിർമ്മിച്ചത് മുഴുവനും ഒരു കാലഘട്ടങ്ങളിൽ, ഇപ്പോഴാണ് സ്ത്രീകൾ ഏറ്റെടുത്തത്, ഏകദേശം 30 വർഷത്തിന് മുമ്പ് അത് സ്ത്രീകൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പട്ടുനൂൽ പുഴുവിന്റെ പ്രോസസ്സിങ് മുഴുവനും ചെയ്തിരുന്നത് പുരുഷന്മാരാണ്. കാര്യം സ്ത്രീകൾ നിർമ്മിക്കുന്ന പട്ടുവസ്ത്രത്തിന് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും സ്ത്രീകള് ആ സമയത്ത് സ്ത്രീകൾക്ക് അലൗഡ് അല്ല അനിൽജി. ഷോപ്പുകളിലെല്ലാം ആ സമയത്ത് സ്ത്രീകൾക്ക് ലീവ് കൊടുക്കാറുണ്ട് ഇപ്പോഴും, കാരണം അതിന്റെ ഷൈനിങ് മാറുന്നു. രാജീവേ, നന്ദി എന്നെ സഹായിച്ചതില്. ഞാൻ വിചാരിച്ചു നാളെ ഞാൻ ഈ അടുത്ത സമയത്ത് കുറെ പട്ട് നൂലുകൾ വേണമായിരുന്നു. അപ്പൊ പട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഓണർ, ഏറ്റവും വലിയ പട്ട് ഷോപ്പ് കാഞ്ചീപുരത്തില്, അദ്ദേഹത്തിന്റെ അനിൽജി പറഞ്ഞത് തന്നെ ഞാൻ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏതൊരു പെൺകുട്ടി ഋതുമതിയായാലും പട്ടുകൾ കൊണ്ടാണ് ആ കുട്ടികളെ പൊതിയുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ചടങ്ങ് അവരുടെ കസ്റ്റംസിലുണ്ടെന്നാണ് പറഞ്ഞത്.
അതെ. അടുത്ത ചോദ്യം ഉണ്ണികൃഷ്ണൻ ചോദിക്കാം കേട്ടോ. അഞ്ച് നേരത്തെ എവിടെ പറഞ്ഞൊരു ഓർമ്മയാണ് പേരാലിന്റെ വടക്കോട്ടുള്ള കൊമ്പിലെ ഏതാണോ കിഴക്കോട്ടുള്ള ദിശ ഏതാണെന്ന് നോക്കുന്നില്ല, ആ മുട്ടിന് വിശേഷപ്പെട്ട അങ്ങനെ പറയാൻ നോക്കുന്നത് അതെന്താണ്? വടക്കോട്ടുള്ള അല്ലാതെ എന്തുകൊണ്ടാണ് ആ ദിശക്ക് ഉള്ള കൊമ്പിന് വിശേഷം എന്ന് പറയുന്നത്? ഇതിന്റെ ഇത് തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് ഒരു ഒന്നായതുകൊണ്ട് ഈ ഹിമാലയത്തിലേക്ക് ഒരു ആകർഷണം എന്നുള്ള രീതിയിലാണത്. ഇപ്പൊ നെല്ലിയുടെ കിഴക്കോട്ടുള്ള നെല്ലിയിൽ തന്നെ കിഴക്കോട്ടുള്ള ഏതാണ് നെല്ലിക്കകൾക്ക് കൂടുതൽ ഗുണം കിട്ടുന്നു. പക്ഷെ വടക്കോട്ടുള്ള കൊമ്പാണ് എന്തിനു ഉപയോഗിക്കാൻ പാടുള്ളൂ? വടക്കോട്ടുള്ള കൊമ്പ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ജലത്തിന്റെ സ്പർശനമൊക്കെ തിരിച്ചറിയുന്നത്. അപ്പൊ നെല്ലിയുടെ വടക്കോട്ട് പോയ കൊമ്പ് കൊമ്പിൽ നിന്നുണ്ടാവുന്ന ഇലകൾ എടുത്ത് നമ്മൾ ഈ മൂത്രക്കല്ലിനൊക്കെ അരച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് വടക്കോട്ടുള്ള കൊമ്പുകൾക്ക് പ്രത്യേകത ഉണ്ട്. എല്ലാത്തിന്റെയും വടക്കോട്ടുള്ള കാരണം ഹിമം എവിടെയാണ് ഇരിക്കുന്നത്? ഹിമത്തിലേക്ക് ചായുന്ന കൊമ്പുകൾക്കൊക്കെ ഈ ഗുണമുണ്ട്. അതേപോലെ തന്നെ ഒരു സംശയം കൂടെ, ഈ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാല് ഈ കാമവർദ്ധന ഉണ്ടാകുന്ന ആ ഒരു പറയപ്പെടുന്നുണ്ട്. അപ്പൊ അത് അഞ്ചി പറഞ്ഞ ആ ഒരു തണുപ്പിന്റെ തത്വം കൊണ്ടാണോ അത് അങ്ങനെ ഉള്ളത്? അങ്ങനെയൊരു സംശയം. ഈന്തപ്പഴം തണുപ്പാണ് കൂട്ടാ. നിങ്ങൾ തണ്ണിമത്തൻ എന്നുള്ളൊരു സിനിമ കണ്ടോ? തണ്ണിമത്തൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന് ഉദ്ധാരണം ശക്തമാകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. കാര്യം അത് തണ്ണിമത്തന്റെ ഗുണം കൊണ്ടല്ല, ശരീരത്തെ തണുപ്പിക്കുന്നത് കൊണ്ടാണ്. മഴക്കാലത്തും ഈ സ്ത്രീയിലും പുരുഷനിലും ആ കുളിർമ വരുമ്പോഴാണ്, ശീതളത്വം വരുമ്പോഴാണ് ഇത് ഈ ഒരു ആഗ്രഹം കൂടുതൽ ഉണ്ടാകുന്നത്. അത് ഈന്തപ്പഴത്തിലുണ്ട്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പയറ് മുളപ്പിച്ചിരിക്കുമ്പോഴും അങ്ങനെ ഒരു ഉണ്ടല്ലോ, അത് പയറ് മുളപ്പിച്ച് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണെന്ന് വെച്ചാൽ പയറ് മുളപ്പിച്ചിട്ട് ആ പയറ് പിന്നെ കഴിക്കരുത്. പയറ് മുളപ്പിച്ചിട്ട് 5-ാമത്തെ ദിവസം അതിന്റെ ആ വേര് മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ മുളച്ചു വന്ന ഇലകൾ ഭക്ഷിക്കുകയാണെങ്കിൽ ആ തണ്ടിന് ബീജത്തിന്റെ നിറമായിരിക്കുള്ളൂ അപ്പോൾ, ഇല്ലേ? അതെ. അപ്പൊ ബീജവർദ്ധനയ്ക്ക് വേണ്ടി ആ തണ്ട് കഴിക്കാം. അദ്ദേഹം പറഞ്ഞ പോലെ മുളപ്പിച്ച് കഴിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് തെറ്റാണ്. മുളപ്പിച്ച് കഴിച്ചാൽ മനുഷ്യന് വാദം മാറും, ബീജം വർദ്ധിക്കും. അതിന്റെ 2 ഇലകളെ ആ സമയത്ത് ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിൽജി, ഇതായത് നമ്മളുടെ ഈ ഒരു കൃഷ്ണപ്പാട്ടുണ്ടല്ലോ, ശീലക്കേടുകൾ പിന്നെ ഗോപസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ട് അരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ ഒത്തിരി തത്വങ്ങൾ ഉണ്ടെന്നുള്ളതാണ്, ഇല്ലേ അനിൽജി? തീർച്ചയായിട്ടും. സാർ, ഇതിനകത്തല്ലേ നമ്മൾ സംസാരിച്ചപ്പോ എന്തൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു, അതില് കഴിക്കരുതാത്ത ഭക്ഷണവും ഉണ്ടാവില്ലേ? അതില് കഴിക്കരുതാത്ത ഭക്ഷണം എന്ന് നമ്മള് അങ്ങനെയല്ല, എന്തും അതിനകത്ത് ഭക്ഷിക്കാം. ഋതുക്കൾ അനുസരിച്ച് ഭക്ഷിക്കാം എന്നുള്ളതാണ്. എന്തും ഭക്ഷിക്കാം. ഇപ്പൊ പന്നിക്ക് എത്ര കുട്ടികളുണ്ടാവും നമുക്ക് എണ്ണാൻ പറ്റില്ല. പന്നി ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, പ്രത്യേകിച്ച് ചേമ്പ്. ഒരു ചേമ്പിന്റെ പ്രത്യേകത എന്താണ്? വേറൊരു താളിനെ ഈ ചേമ്പ് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. വാഴയും അതുപോലെ തന്നെ വേറെ ഒരു വലിയ ഇലയെ ഒരു ഗർഭപാത്രം പോലെ ആയിരിക്കും ആ സമയത്ത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഇല പ്രസവിക്കുകയാണ് ചെയ്യുന്നത്, വയറിൽ നിന്ന് വയറ് വളർന്ന് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പന്നി ചേമ്പ് എവിടെ കണ്ടാലും കുത്തി തിന്നും. അതുപോലെ തന്നെയാണ് ഒരു ചേമ്പ് നട്ടാൽ ഏറെ വിത്തുകൾ ഉണ്ടാവും. അതുകൊണ്ട് ചേമ്പ് വർഗ്ഗങ്ങള്, വാഴമാണം, ഇതെല്ലാം വന്ധ്യതയ്ക്ക് പരിഹാരങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇത് വേനൽക്കാലത്ത് ഭക്ഷിക്കരുതെന്ന് മാത്രം. കടുത്ത വേനലിൽ ഭക്ഷിക്കാതെ, ഇത് ഭക്ഷിക്കേണ്ട ഒരു സമയമുണ്ട്. ഇത് വൃശ്ചിക മാസത്തിലോ വൃശ്ചികം തുലാം ആ ടൈമിൽ നമുക്കത് ഭക്ഷിക്കാം. അതൊന്നും ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മുരിങ്ങാക്കായ വളരെ സൂക്ഷിച്ചു വെച്ചിട്ട് കാശ്മീരിലേക്ക് ഒരു ടൂർ പോകുമ്പോൾ മുരിങ്ങയുടെ കറി വെച്ചുകൊണ്ട് കാശ്മീരിൽ പോയി കഴിക്കരുത്. കാര്യം കാശ്മീരിൽ മുരിങ്ങയില്ല.
അവിടെ അതിന്റെ ആവശ്യമില്ല, അവിടെ ഈന്തപ്പഴം ഇല്ല. അപ്പൊ അത് കാലങ്ങളെ അറിഞ്ഞിട്ട് ഭക്ഷിക്കാം, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാം ഭക്ഷിക്കാം, ഋതുക്കൾ അറിഞ്ഞിട്ട് ഭക്ഷിക്കണം. ശ്രീ നിർമ്മലാനന്ദഗിരി മഹാരാജിന്റെ ഒരു വീഡിയോയില് നമ്മൾ കുരുവില്ലാത്ത മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. സാധ്യത അത് അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. കാര്യം അതൊരു ജഡവസ്തുവാണ്, ഗുണമില്ലാത്ത വസ്തുവാണ്. അതിന് വേറെ ഒന്നിനെ ജനിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അദ്ദേഹം എന്താണ് ചീഞ്ഞ വസ്തുക്കളും അതാണ് ഗർഭിണിയാകാനായിട്ടുള്ള അത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞ വസ്തുക്കൾ ഭക്ഷിക്കരുത്, തലേ ദിവസത്തെ ആഹാരം ഭക്ഷിക്കരുത്. അങ്ങനെ എത്രയോ നിയമമുണ്ട് വന്ധ്യതക്ക്. ശബരിമലക്ക് മാലയിട്ടാൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു പണ്ട് കാലത്ത്, അതുപോലെ തന്നെ ഇതിലുമുണ്ട്. പഴയ ഭക്ഷണം പാടില്ല, ലോഹപാത്രം ഉപയോഗിക്കാൻ പാടില്ല, ചെമ്പുപാത്രത്തിൽ വെള്ളം കുടിക്കണം. അങ്ങനെ പല നിരവധി കാര്യകാരണങ്ങൾ നമ്മൾ ഇത് ഇങ്ങനെ പ്രശ്നമായിട്ട് വരും നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ അതിനിടയ്ക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണണം കേട്ടോ. നിങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിന്തുടരണം. പക്ഷെ ഇതും അതിന്റെ എന്താണ് വന്ധ്യത വരാനുള്ള കുറെ കാരണങ്ങളിൽ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. നാളെ വന്ധ്യതയുടെ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ എന്റെ ഓഫീസിലേക്കാരും വരാൻ നിൽക്കരുത്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അനിൽജി ഒരു മുന്നത്തെ ക്ലാസ്സിൽ ക്രോമിയം എന്നൊരു ലോഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് കൂണിൽ നിന്നും കിട്ടുന്നു പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറക്കാനുള്ള ഒരു കഴിവുണ്ട്, വന്ധ്യതയെ കുറക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇനി ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? ഹലോ അനിൽജി, നമസ്കാരം. നമസ്തേ. ഞാൻ പുതിയ ജോയിൻ ചെയ്ത ആളാണേ. അപ്പൊ വേറൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും പറഞ്ഞ് ഇതുവരെ ആഡ് ആക്കിയിട്ടില്ല. ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അത് പ്രകാരം കൊടുത്തിരുന്നു. ഞാനായിട്ട് ബന്ധമില്ലാത്ത സാധനമാണത്. അഡ്മിന്മാരോട് പറഞ്ഞോളൂ, അവരും കേൾക്കുന്നുണ്ടാവും. പറഞ്ഞോളൂ. അതുകൊണ്ട് വേറെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യ, ഏതാ ഉപനയനെന്നോ ഏത് ഗ്രൂപ്പില്, അവിടെയാണ് എല്ലാ ഡീറ്റെയിൽസും വരിക, നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക. അതിലും എനിക്ക് കാണാൻ പറ്റുന്നില്ല അത്. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചിരുന്നോ നമുക്ക്? അയച്ചിരുന്നു. മാം നോക്കട്ടെ കേട്ടോ, നോക്കിയിട്ട് ആഡ് ചെയ്യാവേ. രതി നാരായണൻ എന്ന പേര്. ഓക്കെ, താങ്ക് യു. പിന്നെ വന്ധ്യത ആരെങ്കിലും എന്താണെങ്കിലും ഓക്കെ ചോദിച്ചോളൂ. സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ ഹൈ റേഞ്ചിലേക്ക് സ്ത്രീകൾ പോകുന്നത് ഏതെങ്കിലും തരത്തില് വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? കേട്ടില്ല. അതായത് നമ്മുടെ ഈ ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളില്ലേ, ആ സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾ പോകുന്നത് വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവർക്ക് ഇങ്ങനെ കുട്ടിയുണ്ടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു. ഈ പണ്ടുകാല ഹണിമൂണിന് വേണ്ടി വിട്ടിരുന്നത്, അതിനുവേണ്ടി സ്വീകരിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം തണുപ്പുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് വന്ധ്യത ഒരു പരിഹാരം കിട്ടും എന്നുള്ളതാണ്. നല്ല വേർതിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ ശരീരങ്ങൾ തമ്മിൽ ഒന്ന് മുട്ടാൻ പോലും പലർക്കും ഇഷ്ടമുണ്ടാകില്ല. അതുകൊണ്ട് തണുപ്പ് ഇതിന്റെ ഒരു പ്രധാന കാരണമാണ്. വീണ ചോദിച്ചോളൂ. വീണ. നമസ്കാരം അനിൽജി. ഇതിന്റെ ഈ പണ്ട് കാലങ്ങളിൽ പീരീഡ് ആവുന്ന ആദ്യത്തെ 4 ദിവസം കുളിക്കാൻ പാടില്ല, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര വിയർപ്പ് അതൊക്കെ അധികമായിരിക്കുന്ന ആ സമയത്ത്. അങ്ങനെ പറഞ്ഞത് എന്റെ കാരണം ഒന്ന് മനസ്സിലാക്കി തരാമോ? ഓക്കെ, നിങ്ങൾക്ക് കുളിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും കുളിക്കണം, കുളിക്കണ്ട എന്ന് പറയില്ല. പക്ഷെ നിങ്ങൾ ഒരു ഒട്ടുമിക്ക ചില ആൾക്കാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ, കുളിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്, എൻ്റെ അറിവിലുണ്ട്. അത് ഞാൻ നിർബന്ധം പറയില്ല. ഇപ്പൊ ചിക്കൻ ബോക്സ് വന്നപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാര്യം ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൂട്, ഞാൻ 3 നേരം കുളിച്ചു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് വന്നപ്പോൾ അമ്മയോട് പറഞ്ഞ് അമ്മ പോയി കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്താണ്, ആ ശരീരത്തിൽ ആ സമയത്ത് ചൂടാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ രോഗം നമ്മളെ കീഴ്പ്പെടുത്തിയില്ല. ഈ സമയത്ത് ആൾക്കാർ ആര്യവേപ്പിന്റെ ഇലയിട്ട് തണുപ്പിക്കാൻ നോക്കും ശരീരത്തിനെ. ആര്യവേപ്പിന് ഇലക്ക് ഭയങ്കര തണുപ്പാണല്ലോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നത് എന്താണോ, വേദങ്ങളിലൊക്കെ 4-ാം കുളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 4-ാമത്തെ ദിവസത്തെ കുളി. അപ്പൊ ആ 3 ദിവസം അവർ കുളിക്കുന്നുണ്ടായില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അല്ലെങ്കിൽ 4-ാമത്തേന് സ്പെഷ്യൽ കുളി എന്തെങ്കിലാണോ? 4-ാം ദിവസം തടി ശുദ്ധിയാകുമെന്ന് പറയാറുണ്ട്. അനിൽജി വേറൊരു കാര്യം അതിനകത്തുള്ളത്, എന്തുകൊണ്ട് കുളിക്കരുത് എന്നുള്ള അനിൽജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. കാരണം ശരീരത്തിലെ ഈ മാലിന്യങ്ങൾ പുറത്തു കളയുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ മാലിന്യങ്ങൾ തണുത്തു കഴിയുമ്പോൾ മാലിന്യങ്ങൾ വീണ്ടും അത് പോകാത്ത ഒരവസ്ഥയും ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് കൂടി ആകാമല്ലോ കുളിക്കരുത് എന്ന് പറയുന്നത്, അല്ലേ? അത് വിയർപ്പുരന്തി അടയാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ സമയത്ത് അതൊക്കെ താല്പര്യമുണ്ടോ? നമുക്ക് ഒരു നിർബന്ധമൊന്നുമില്ല. അത് മാത്രമല്ലല്ലോ, ഈ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയുന്നത്, ഈ നിങ്ങൾക്ക് വന്ധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. തമിഴ്നാട്ടിലെ കല്യാണ സമയത്ത് ഇടയ്ക്ക, നാദസ്വരം, മദ്ദളം, മൃദംഗം, ഇതെല്ലാം ഇതിന്റെ വാദ്യങ്ങൾ കൊണ്ട് ഇടിയും മിന്നലും അവരുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മഴ, നെറ്റിൽ നിന്ന് ഒരുപാട് മഴകൾ കിട്ടും. ഇടിയും മിന്നലും കൂടി കൊണ്ടുള്ള മഴയുടെ വീഡിയോസ് കിട്ടും. നിങ്ങൾ അത് കേട്ട് ആനന്ദിക്കും. അത് കേട്ട് നിങ്ങൾ യോഗയിലിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിറാപ്പുഞ്ചിയിലേക്ക് ഒരു യാത്ര നടത്തും. അത് അവിടെ ഇടിയും മിന്നലും ഒക്കെ എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് ഒരു യാത്ര നടത്തി തിരിച്ചു വരും. ഒരുപക്ഷെ നിങ്ങളുടെ ആ പ്രിയതമ എന്ന് പറയുന്ന ഭാര്യ മിക്കവാറും അവിടെ ഗർഭിണിയായിട്ടായിരിക്കും നിങ്ങൾ ഹിമാലയത്തിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരിക. കാര്യം അവിടെ ഒട്ടുമിക്കപ്പോഴും ഇടിവെട്ടുണ്ട്, നല്ല അന്തരീക്ഷമുണ്ട്. അനിൽജി ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അനിൽജി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. കുറഞ്ഞത് ഒരു 4 കുട്ടികൾ 8 വർഷവുമായിട്ട് 40 വയസ്സിൽ, ഇപ്പൊ അനിൽജി ഇപ്പൊ പറഞ്ഞില്ലേ, ഈ മേളവും ഈ മഴയുടെ സൗണ്ടും കേട്ടുകൊണ്ട് 40-ാമത്തെ വയസ്സിൽ 42-ാമത്തെ വയസ്സിൽ കുട്ടി ജനിച്ച കേസുകൾ ചെന്നൈയിലുണ്ട്. അനിൽജി, ഞങ്ങളുടെ അവിടുത്തെ ഒരു ചേച്ചി 55-ാമത്തെ വയസ്സിലാണ് അവർ ഗർഭിണിയായത്. വിവാഹം കഴിഞ്ഞിട്ട് 55-ാമത്തെ വയസ്സിലെ. മാം, ഇനി സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കട്ടെ. നമുക്ക് ടൈം ഒരുപാടായി, 9:20 നമുക്ക് ക്ലാസ്. ഒരു മിനിറ്റ്. എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ ശിവകൃഷ്ണയുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പൊ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തില്ല. അവർക്കൊരു ബേസിക് സ്ക്രീനിങ് നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ 1, 2, 3 ദിവസമൊക്കെ ഡിലേ വരും. അത് ആ ഒരു ബേസിക് സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ടി. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ നൽകി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പം ആരെയും ആഡ് ചെയ്യാതിരിക്കില്ല. എല്ലാവർക്കും ഒരു സ്ക്രീനിങ് ഉണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയാണ്. നമസ്തേ. അപ്പൊ വിനോദ മാഡം, നമുക്ക് ഒരു വോട്ട് ഓഫ് താങ്ക്സ് എന്ന് പറഞ്ഞ സമ്മറൈസ് ചെയ്ത്. ഇന്നത്തെ വിഷയം വളരെ വ്യത്യസ്തമായൊരു വിഷയമായിരുന്നു. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, മെൻസ്ട്രേഷനും അതോടനുബന്ധിച്ചുള്ള ഗർഭധാരണത്തെ കുറിച്ചുള്ള വിഷയമാണ്. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ഡിക്ലയർഡ് ദാറ്റ് എ വിമൺ ക്യാൻ ബിക്കം എ പ്രഗ്നന്റ് അറ്റ് എനി ടൈം. ദാറ്റ് ഇൻഡിക്കേറ്റ് ഷീ ഷുഡ് ബി കോൺഷ്യസ് ടു അവരെ സേവ് ചെയ്യുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എല്ലാ പ്രിക്കോഷൻസും ഒരു പെൺകുഞ്ഞ്
ഋതുമതി ആയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ അമ്മമാര് അതിന്റെ പരിശീലനങ്ങളും ശ്രദ്ധകളും കൊടുക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ഇവിടെ വ്യത്യസ്തമായിട്ട് അനിൽജി പറയുന്നത് മെൻസ്ട്രേഷൻ കഴിഞ്ഞു 9 ദിവസം കഴിയുമ്പോൾ, അതായത് മീൻസ് ഓവുലേഷൻ കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് മെൻസ്ട്രേഷൻ ഉണ്ടാകുന്നു. ബ്ലഡ് കൊണ്ടുള്ള ഒരു ബെഡ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ endometrium of the uterus and it is waiting for the sperm. ബട്ട് ആ വെയിറ്റിംഗ് ചെയ്യുന്ന പീരീഡ് ആണ് 9 days. മെൻസ്ട്രേഷൻ കഴിഞ്ഞ് ആഫ്റ്റർ 9 days ബീജം ധാരണം സംഭവിക്കാം. അത് കഴിഞ്ഞാൽ പിന്നീട് 9 days സേഫ് പീരീഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ പ്രഗ്നന്റ് ആകുന്ന വിചിത്രമായ കഥകളും അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അതിനകത്തുണ്ടായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി അമ്മയോ സഹിതം അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ ആ കുട്ടിക്ക് മെൻസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഡയഗ്നോസിസ് അതിവിചിത്രമായിരുന്നു. അദ്ദേഹം പെൺകുട്ടിയെ നേരിട്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് നിനക്ക് ഇഷ്ടമുണ്ടോ ആൺകുട്ടികളെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ചെന്താമരവട്ടത്തിൽ വിടർന്ന ചിരിയും ആ ലൗകികതയുടെ ആ പ്രസരിപ്പും അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ തന്നെ അദ്ദേഹം നിശ്ചയിച്ചു കഴിഞ്ഞ ആ കുട്ടി മെൻസ്ട്രേഷൻ ആയില്ലെങ്കിലും പ്രഗ്നന്റ് ആകാമെന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. ഇത് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, വെള്ളാമകൾക്ക് ലൗകിക ക്രിയകളില്ലാതെ സന്താനങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നുള്ള കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ. പിന്നെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ബ്ലഡ് അത് സാധാരണ ബ്ലഡ് പോലെ തന്നെ ശുദ്ധമാണെന്നും ആ 50, 55 അല്ലെങ്കിൽ 56 വയസ്സുള്ള മെൻസ്ട്രേഷൻ നടക്കുകയും കൊണ്ട് അതിന് അശുദ്ധി കൽപ്പിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മെൻസ്ട്രേഷൻ ഇല്ലാതെ തന്നെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചിരുന്ന പല പോളിനേഷ്യൻ ദ്വീപിലെ സ്ത്രീകൾ, അവർക്ക് മെൻസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് സന്തതികളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതിന്റെ പ്രധാന കാരണം പ്രകൃതിക്ക് അനുസരിച്ചുള്ള ജീവിത രീതിയായിരുന്നു. ഭൂട്ടാനിലെ ഉക്കിനാവ എന്ന സ്ഥലത്ത് സ്ത്രീകൾ മെൻസ്ട്രേഷൻ ഇല്ലാതെ സന്താനങ്ങളെ പ്രസവിച്ചിരുന്നു. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാരണം അദ്ദേഹം പറഞ്ഞത്, പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള പല മൂലാദികൾ കഴിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. പിന്നീട് ടൈയും കോട്ടും ഇട്ടു വന്നിരുന്ന സായിപ്പാണ് അവരുടെ ജീവിതത്തിലെ ദിനചര്യകളെ വ്യത്യസ്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ടിൻ ഫുഡും ബിസ്ക്കറ്റും മറ്റും കൊടുത്ത് ആകൃഷ്ടയാക്കുകയും പിന്നീട് അവർക്ക് വേദനാജനകമായ മെൻസ്ട്രേഷൻ ഉണ്ടാവുക തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് സീതാദേവിയെ രാവണൻ കൊണ്ടുപോയപ്പോഴും അവിടെ വെച്ചും അശോകവനത്തിൽ സീതാദേവി തന്റെ പതിയെ തന്നെ ഓർത്തിരിക്കുകയും രാവണനിൽ നിന്ന് ഒന്നും ഭക്ഷണങ്ങളോ പാനീയങ്ങളോ സ്വീകരിക്കുകയും എന്തിനധികം വസ്ത്രം പോലും സ്വീകരിക്കാതെ ഇരിക്കുകയും ചെയ്തു. ദാറ്റ് ഇൻഡിക്കേറ്റ് സീതാദേവിക്ക് ആ 1 year മെൻസ്ട്രേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പാഞ്ചാലിക്കും കഥയിലും സംഭവിച്ചത്. വസ്ത്രാക്ഷേപ സമയത്ത് ആ പാഞ്ചാലിയിൽ ഉണ്ടായിട്ടുള്ള ആ ഉത്കണ്ഠ അത് ശരീരത്തിലെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും. ആ സമയത്ത് പാഞ്ചാലി രജസ്വലയായിരുന്നു. അത്തരം ഭാഗങ്ങളാണ് അദ്ദേഹം കൂടുതൽ പറഞ്ഞത്. പിന്നെ ഗർഭധാരണ നടക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മഴയും തണുപ്പുമുള്ള സമയത്താണ്. ആ സമയത്ത് ശരീരത്തെ തണുക്കുകയും മഴ പെയ്യുമ്പോൾ ഭൂമിയെ തണുക്കിക്കുന്നത് പോലെ തന്നെ ശരീരം തണുക്കുമ്പോൾ ശുദ്ധമായ ഗർഭപാത്രത്തിൽ പുരുഷ ബീജത്തെ വിതയ്ക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുപോലെ ചൊവ്വാദോഷം എന്ന ഒരു അന്ധവിശ്വാസം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആ ശരീരത്തിലുണ്ടാകുന്ന ചൂടിന്റെ ആ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന ചൂട് കൊണ്ട് ഈ ബീജസങ്കലനം നടക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഈ ചൊവ്വാദോഷം എന്ന ഒരു ദോഷം നമ്മൾ ജ്യോതിഷപ്രകാരം നടത്തുകയും അതിന്റെ പരിഹാരം തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരീരത്തിന്റെ ചൂടാണ്. അതൊരു ഏജ് കഴിഞ്ഞാൽ തനിയെ ആ ചൂട് സബ്സൈഡ് ചെയ്യുകയും അത് കഴിഞ്ഞാൽ വിവാഹം ചെയ്യുകയും സന്തതികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. ഇടവം മിഥുന മാസങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമയമെന്നും ഈ സമയത്ത് നല്ല മഴയും ഇടിവെട്ടും മിന്നലും ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഭൂമിയിൽ കൂണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൂൺ എന്ന് പറയുന്നത് ശുദ്ധമായ ഒരു ബീജമാണെന്നും ബീജത്തിന്റെ മണവും മറ്റും ഈ കൂണിന് ഉണ്ടെന്നും അത് മാത്രമല്ല അത് നല്ലൊരു മൾട്ടി വൈറ്റമിൻ കൂടിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതുപോലെ തന്നെ നമ്മൾ
ആലില, പേരാലിന്റെ മുട്ട്, ഇത് ഒരു വിശേഷമായ വിവരണമായിരുന്നു. ആലിലയുടെ തളിരില ഭക്ഷിക്കുമ്പോൾ അതൊരു മൾട്ടി വൈറ്റമിൻ തന്നെയാണ്. അത് മാത്രം ഭക്ഷിച്ചുകൊണ്ടും ഇൻഫെർട്ടിലിറ്റി മാറ്റിയ ചരിത്ര അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പേരാലിൻ മുട്ട് എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധമായ ഒരു ഗർഭപാത്രം തന്നെയാണ്. അപ്പൊ പേരാലിൻ മുട്ടിനെ പാലിൽ ചതച്ച് പാലിൽ 101 ആവർത്തിച്ച് കാച്ചി ആ പാലിനെ നമ്മൾ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ആ പാലിൽ നിന്നും മോരുണ്ടാക്കുകയോ അല്ലെങ്കിൽ മോരിൽ നിന്നും വെണ്ണയും ശുദ്ധമായ നെയ്യും ഇതും എല്ലാം ഔഷധമായി വന്ധ്യതയ്ക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഉരുളി കമത്തുന്ന കാര്യം പറഞ്ഞു. ഉരുളി നിവർത്തി വെച്ചാൽ പല്ലി പോലുള്ള ജീവികൾ ചത്തുപോകാൻ സാധ്യതയുണ്ടെന്നും ആയതിനാൽ ഗർഭധാരണത്തിന് വേണ്ടി ഉരുളി കമർത്തുന്നവൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹത്തിന് ആ ഉരുളി സമ്മാനമായി നൽകുവാനും പറയുന്നു. ഞാനും അത് അപേക്ഷിക്കുകയാണ്. പിന്നെ ഈ മെൻസ്ട്രേഷൻ സമയത്ത് പഴയ കാലത്തുണ്ടായിരുന്ന ആചാരങ്ങള് 4 ദിവസം പ്രത്യേകം മുറികളിൽ താമസിപ്പിച്ചിരുന്നു. നമ്മുടെ വീടുകളിലും അത്തരം ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ 4 ദിവസം കുളിക്കാതിരുന്നാൽ ഉത്തമം എന്ന് പറയുന്നത് ശരീരത്തിലെ കൂടുതൽ വേസ്റ്റ് പുറത്തു പോകാനാണെന്നും 4-മത്തെ ദിവസം മുങ്ങി കുളിച്ച് കയറുക എന്നൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ്. അപ്പോഴാണ് ശുദ്ധിയായാൽ 4-ാം ദിവസം മുങ്ങി കുളിച്ച് കയറുക എന്നൊരു പ്രക്രിയയും അദ്ദേഹം പറഞ്ഞു. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മള് ഈറനണിഞ്ഞ് അമ്പലത്തിൽ നേർച്ച നടത്തുന്നു. അവിടെ സംഭവിക്കുന്നത് ഈറൻ അരക്കെട്ടിന് താഴെ തണുപ്പ് വരുമ്പോൾ ആ സെക്സ് ഓർഗൻസ്, അതായത് ഓവറി ആയാലും അതുപോലെ തന്നെ മറ്റ് സെക്സ് ഓർഗൻസ് തണുപ്പ് തട്ടുകയും അതിൽ നിന്നും ആ വന്ധ്യതയെ, ഇൻഫെർട്ടിലിറ്റിയെ മാറ്റുവാനുള്ള ഒരു ചികിത്സയായിട്ടുള്ള ശാസ്ത്രീയമായ ഒരു എക്സ്പ്ലനേഷനാണ് അദ്ദേഹം നമുക്ക് തന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏതാണ്ട് അദ്ദേഹം പറഞ്ഞ. പിന്നെ ഭക്ഷണങ്ങളുടെ കാര്യം, പൈനാപ്പിള്, കുങ്കുമപ്പൂവ്, അഷ്ടചൂർണം എന്നിവ നമ്മൾ കഴിക്കുക. ഈന്തപ്പഴം, എള്ള് ഇതെല്ലാം തണുപ്പായതുകൊണ്ടും ശരീരത്തെ തണുപ്പിച്ചുകൊണ്ട് ബീജസങ്കലനം നടത്താൻ സാധ്യത ഏറുന്നു. ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞത്. പിന്നെ സോൾട്ട്, ഉപ്പ് എപ്പോഴും നിങ്ങൾ കടലുപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പ് കഴിച്ചാലും നല്ലതാണ്. മറ്റു ഉപ്പുകളെല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യം, അതിനെ കുറിച്ച് പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ ഉപേക്ഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. മൈലാഞ്ചി കല്യാണം നടത്തുന്ന ഒരു സവിശേഷത, മൈലാഞ്ചി നമ്മൾ തമിഴ്നാട്ടില് നോക്കിയാൽ അവിടുത്തെ സ്ത്രീകൾക്കാർക്കും ഈ കുഴിനഖമോ മറ്റ് കാലിലുണ്ടാകുന്ന വിള്ളലുകളൊന്നും കാണാറില്ല. കാര്യം അവരൊക്കെ മൈലാഞ്ചി നല്ലപോലെ തേച്ച് നടക്കുന്ന സ്ത്രീകളാണ് കൈകളിലും. അപ്പൊ മൈലാഞ്ചി കൈകളിലൊക്കെ തേക്കുമ്പോൾ അത് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിലോട്ടേക്ക് ഭക്ഷണത്തിലൂടെയൊക്കെ അതിന്റെ അംശങ്ങൾ ചെന്ന് നമ്മുടെ ലിവറിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ക്ലിയർ ആക്കുന്നുണ്ട്. ശരീരത്തിന് തണുപ്പിക്കുവാനും മൈലാഞ്ചി സഹായിക്കുന്നുണ്ട്. നേരിട്ട് കഴിക്കണമെന്നില്ല, അത് നമ്മുടെ തൊലിപ്പുറത്ത്, അതായത് സ്കിന്നിൽ നിന്നും അത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു സവിശേഷത മൈലാഞ്ചിക്ക് ഉണ്ട്. പിന്നെ ആലിലത്താലിയെ കുറിച്ച് പറയും. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കടമ്പിന്റെ ഇലയിലുള്ള പായസം കൊടുക്കുന്നതും വധുവിനെ സ്വീകരിക്കുന്ന രീതി, ആലിലയിൽ ഇരുത്തുന്നതും കടമ്പിന്റെ ഇലയിൽ ഇരുത്തുന്നതും ആലില തളിര് ഇല ഭക്ഷിക്കാൻ കൊടുക്കുന്നതും ഇതെല്ലാം വളരെ മനോഹരമായി പറഞ്ഞു. ഇനി താലി എന്ന ഒരു ആഭരണമാണോ എന്താന്നായാലും അത് വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല. വിവാഹത്തിന് ശേഷം അത് അണിഞ്ഞാൽ ഊരി മാറ്റുവാനും സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. താലി പണിയാൻ പോകുന്ന തട്ടാനെ സമീപിക്കുന്ന പുരുഷനൊട്ട് താലിയുടെ ആവശ്യവുമില്ല. അത് വളരെ രസകരമായിരുന്നു. പിന്നീട് പറഞ്ഞു കദളിപ്പഴവും വെണ്ണയും വെള്ളരി ക്ഷമാം എന്നിവ കഴിക്കുക. ഇതെല്ലാം ശരീരത്തെ തണുപ്പിക്കുവാൻ പറ്റിയ ഫലമൂലാദികളാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അദ്ദേഹം നമുക്ക് തന്ന ഒരു സമ്മറിയാണ്. വളരെ വളരെ മനോഹരമായ വിചിത്രമായ ഒരു ക്ലാസ് ആയിരുന്നു. ഇത് പറഞ്ഞു തന്ന നമ്മുടെ ഗുരുനാഥനും ഇത് ശ്രവിക്കാൻ വന്ന എല്ലാവർക്കും നന്ദിയും നല്ല നമസ്കാരവും പറഞ്ഞുകൊള്ളട്ടെ. നന്ദി. എന്താണെങ്കിലും ഈ പാരായണം എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം എന്നുള്ളതിന്റെ അയനമാണ്. പരാശക്തി എന്ന് വെച്ചാൽ ആദ്യത്തെ ശക്തിയാണ്. അപ്പൊ ഇത്രയും നാള് അത് പറഞ്ഞതിൽ അപൂർവമായിട്ട് ഇന്ന് ആദ്യം മുതൽ അന്തം വരെ അതിന്റെ അയനം നടത്തി പാരായണം.